ഗവൺമെന്റ് മുമ്പിൽ കിട്ടിയത്. നമ്മുടെ ആരോഗ്യ മേഖലകളിൽ വന്ന മാറ്റം നമ്മൾ പരിശോധിക്കണ്ടേ? നമ്മുടെ ഇവിടെ നമുക്കറിയാം, കഴിഞ്ഞ ഗവൺമെന്റ് കാലഘട്ടത്തിൽ സഖാവ് മേഴ്സിക്കുട്ടിയമ്മ നമ്മുടെ കേരളത്തിൽ മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള കമ്മ്യൂണിറ്റി സെന്ററുകൾ ഇപ്പോൾ അവിടെ ചെന്ന് നോക്കണം, വലിയ ഹൈടെക് മാതൃകയിലുള്ള കെട്ടിടങ്ങൾ കൊണ്ടുവരുവാൻ, ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ ഉള്ളത് സജ്ജീകരിക്കുവാൻ, വലിയ ആധുനിക സംവിധാനങ്ങൾ ഉൾപ്പെടെ കൊണ്ടുവരുവാൻ നമ്മുടെ കുണ്ടറയിലെ ഇവിടുത്തെ ഈ ആരോഗ്യ മേഖലകളിലെ നമ്മുടെ ഈ കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്ററിന് ഉൾപ്പെടെ കഴിഞ്ഞു. ഒരുപക്ഷെ ഇത് താലൂക്ക് ആശുപത്രി പോലെ ഉയർന്നു വന്നിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിവിടെ മാത്രമല്ല, അത് ജില്ലാ ആശുപത്രികൾ എടുത്ത് പരിശോധിച്ചാൽ, നമ്മുടെ ഏറ്റവും മുകളിൽ നമ്മുടെ മെഡിക്കൽ കോളേജുകൾ എടുത്ത് പരിശോധിച്ചാൽ, നമുക്ക് ESA ആശുപത്രികൾ എടുത്ത് പരിശോധിച്ചാൽ, അവിടെയൊക്കെ ഇതിന്റെ മാറ്റങ്ങൾ നമുക്ക് കേരളത്തിൽ കാണുവാൻ കഴിയും എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കോവിഡിന്റെ കാലഘട്ടത്തിൽ പോലും ജനങ്ങളെ സംരക്ഷിച്ചു പോകുന്ന ഒരു ഗവൺമെന്റ്, ആ ജനങ്ങളെ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ച ഒരു ഗവൺമെന്റ്, ആ കാലഘട്ടത്തിലും കേരളത്തിലെ 88 ലക്ഷം ജനങ്ങൾക്കും സൗജന്യ കിറ്റുകൾ ഉൾപ്പെടെ കൊടുത്ത് ഒരാൾ പോലും കേരളത്തിൽ പട്ടിണി കിടക്കരുത് എന്ന തരത്തിൽ മുന്നോട്ട് പോയ കേരളത്തിലെ ഗവൺമെന്റിനെ കാണുന്നു. കുഞ്ഞുങ്ങൾക്ക് പഠിക്കുവാൻ പറ്റാത്ത അവസ്ഥ ആ കാലഘട്ടത്തിൽ വന്നപ്പോൾ കേരളത്തിൽ ഒരു കാര്യം കൂടി ചെയ്തു. ഇന്ത്യക്ക് മാതൃകയാക്കിക്കൊണ്ട് ഓൺലൈൻ സംവിധാനത്തിലൂടെ നമ്മുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചെടുക്കുവാനുള്ള സംവിധാനങ്ങൾ ചെയ്ത കേരളത്തിലെ ഗവൺമെന്റ്. വിലക്കയറ്റം രാജ്യത്തെമ്പാടും ഉണ്ടാകുമ്പോൾ ആ വിലക്കയറ്റം നിയന്ത്രിച്ചൊരു ഗവൺമെന്റ് ആയിരുന്നു കേരളത്തിൽ ഉണ്ടായിരുന്നത് എന്ന് നാം കാണണം. ആ ഗവൺമെന്റാണ് നമുക്കറിയാം വില നിയന്ത്രിച്ചുകൊണ്ട് വിലക്കയറ്റം ഉണ്ടാകുമ്പോൾ നമുക്ക് പൊതു കമ്പോളങ്ങളിൽ ഇടപെടുവാൻ പറ്റാവുന്ന തരത്തിൽ നമ്മുടെ റേഷൻ കടകളുടെ പ്രവർത്തനങ്ങൾ ആധുനികവൽക്കരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ കേരളത്തിലെ ഗവൺമെന്റ്, സബ്സിഡിയോടുകൂടി സാധനങ്ങൾ കൊടുക്കുവാൻ കഴിയത്തക്ക നിലയിൽ മുന്നോട്ട് പോയ കേരളത്തിലെ ഗവൺമെന്റ്, ഏകദേശം നമുക്കറിയാം എത്രയോ മാസം കോവിഡ് കാലഘട്ടത്തിൽ പോലും എല്ലാ വീടുകളിലും സൗജന്യ കിറ്റുകൾ ഏൽപ്പിച്ച കേരളത്തിലെ ഗവൺമെന്റ്, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത തരത്തിൽ മുന്നോട്ട് പോകുന്നു. പശ്ചാത്തല മേഖലകളിലെ വികസനങ്ങൾ എടുത്ത് പരിശോധിക്കണം. റോഡിന്റെ നമ്മുടെ കേരളത്തിലെ മുഴുവൻ നീളം എടുത്ത് പരിശോധിച്ചാൽ പൊതുമരാമത്ത് റോഡുകൾ പകുതിയിലധികം ചെയ്തത് BMBC നിലവാരത്തിലേക്കാണ്. BMBC എന്ന് പറയുമ്പോൾ ചെറുതല്ല. 1 കിലോമീറ്റർ റോഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഏകദേശം 1 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് അത്തരത്തിലുള്ള റോഡ് വികസനം സാധ്യമാക്കി. ഇന്ന് 4 വരിപ്പാതയും 6 വരിപ്പാതയും തീരദേശ ഹൈവേയും നാഷണൽ ഹൈവേയും ഒക്കെ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. ഇന്ന് റോഡുകളുടെ മുഖച്ഛായ മാറ്റിക്കൊണ്ട് ജംഗ്ഷനുകൾ ഏതാണെന്ന് തിരിച്ചറിയുവാൻ പറ്റാത്ത നിലയിലുള്ള വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വലിയ വലിയ പാലങ്ങൾ, വലിയ വലിയ ഓവർ ബ്രിഡ്ജുകൾ, ഇപ്പൊ റെയിൽവേ തന്നെ ഓവർ ബ്രിഡ്ജുകൾ വേണം ഇവിടത്തേക്ക് അനുവദിച്ചിട്ട് ഇത്രയും നാളായിട്ട് ചെയ്തിട്ടില്ല എന്ന് പറയുന്ന നമ്മുടെ പ്രിയപ്പെട്ട അധ്യക്ഷ, നമുക്കറിയാം ഇവിടുത്തെ MLA ആരാണ് എന്നുള്ളത് നമുക്ക് നല്ലതുപോലെ അറിയും. വികസനങ്ങൾ ഓരോ മണ്ഡലത്തിലും അനുവദിച്ച് കിടക്കുമ്പോൾ അത് സമയബന്ധിതമായി ചെയ്യുവാൻ കൂടി തീർച്ചയായിട്ടും നമ്മെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജനപ്രതിനിധികൾ തയ്യാറാകേണ്ടുന്ന ഒരു കാലഘട്ടമാണ് എന്നുള്ളതാണ് ഞാൻ അതിലൂടെ സൂചിപ്പിക്കുന്നത്. സ്ത്രീ ശാക്തീകരണ രംഗത്ത് വലിയ മുന്നേറ്റം കേരളത്തിൽ നടക്കുകയാണ്. അതും ഇന്ത്യക്ക് മാതൃകയാണ്, എല്ലാത്തിനും മാതൃകയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ, ആരോഗ്യ മേഖലകളിൽ, വ്യാവസായിക മേഖലകളിൽ ഇന്ന് ശിശുമരണങ്ങൾ ഉൾപ്പെടെ എടുത്ത് പരിശോധിച്ചാൽ അതിലും നമ്മൾ വളരെ മുൻപന്തിയിലാണ്. ആ നിലയിലേക്ക് നമുക്ക് ഉയർന്നു പോകുന്നു. അതുകൊണ്ടാണ് സ്ത്രീകൾ, നമുക്കറിയാം ജനസംഖ്യയുടെ പകുതിയിലധികം വരുന്നത് സ്ത്രീകളാണ്. ആ സ്ത്രീകളെ ഉയർത്തിക്കൊണ്ടുവരുന്ന ഒരു ഗവൺമെന്റാണ് കേരളത്തിലുള്ളത്. അതുകൊണ്ടാണ് ത്രിതല പഞ്ചായത്തുകളിൽ 50% സംവരണം കൊടുത്തത്. അതുകൊണ്ടാണ് മറ്റു ചില സംവരണങ്ങൾ നമുക്ക് ഇപ്പോൾ വരാൻ പോകുന്നത്. അതുകൊണ്ടാണ് വീടിന്റെ അകത്തളങ്ങളിൽ ഉറങ്ങിക്കിടക്കുന്ന വീട്ടമ്മമാരായിട്ടുള്ള സ്ത്രീകളെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ പറ്റുന്നത്. ഇന്ന് അവരാണ് കുടുംബശ്രീ എന്ന ലേബലിൽ 1 ലക്ഷം അയൽക്കൂട്ടങ്ങൾ കേരളത്തിൽ ഉണ്ടാക്കിക്കൊണ്ട് CDSകൾ 19,000 ശിഷ്ടം CDSകൾ ഉൾപ്പെടെ കേരളത്തിൽ കൊണ്ടുവന്ന് മുന്നേറുന്ന കേരളത്തിലെ കുടുംബശ്രീ, അവർ വെറുതെ മുന്നേറുകയല്ല, അവർ സമ്പത്തുണ്ടാക്കുന്നു, അവർ കൂടുന്നു, അയൽക്കൂട്ടങ്ങൾ ഉണ്ടാക്കി അതിലൂടെ സമ്പത്ത് കൂടുതൽ കൊണ്ടുവരുന്നു, അത് ബാങ്കിൽ നിക്ഷേപിക്കുന്നു, അതിന്റെ ഒരംശം അവർക്ക് ലോണായിട്ട് കൊടുക്കുന്ന അവസ്ഥ ഉൾപ്പെടെ നമുക്ക് കാണുവാൻ കഴിയുന്നു. അവരും സംരംഭങ്ങൾ ആരംഭിക്കുകയാണ്. അവർക്കും ഗവൺമെന്റ് 350 കോടി രൂപ ബഡ്ജറ്റിൽ മാറ്റിവെച്ച് മുന്നോട്ട് പോകുന്നൊരവസ്ഥ. സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കുന്ന നമ്മുടെ ഇന്ത്യയിലെ ഏക സംസ്ഥാനമായി നമ്മുടെ കൊച്ചു കേരളന്മാർ. ഒരു കാലത്ത് നമുക്കറിയാം UDFന്റെ കാലഘട്ടത്തിൽ 600 രൂപ പെൻഷൻ കിടന്നു. ആ 600 രൂപ നമ്മൾ വീണ്ടും 700 രൂപയാക്കി, അത് 1000 രൂപയാക്കി. ഇന്നിപ്പോൾ അത് 1600 രൂപയായി ആ പെൻഷൻ ഉയർത്തി കൊടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. 18 മാസത്തെ പെൻഷൻ കുടിശ്ശികയിട്ടുകൊണ്ട്
ഇറങ്ങിപ്പോയ UDF ഗവൺമെന്റിനെ കേരളത്തിൽ നമുക്ക് കാണുവാൻ കഴിയും. ആ കുടിശ്ശിക മുഴുവൻ കൊടുത്തു തീർത്ത കേരളത്തിലെ ഗവൺമെന്റിനെ, ഇടതുപക്ഷ ഗവൺമെന്റിനെ നമുക്ക് കാണുവാൻ കഴിയും. ഇപ്പൊ ഒരു മാസം 750 കോടി രൂപ അതിനുവേണ്ടി മാറ്റിവെക്കുന്നതാണ് കേരളത്തിലെ ഗവൺമെന്റ്. നാം പരിശോധിക്കണം. ആ നിലയിൽ വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ ചെന്നെത്താത്ത ഒരു മേഖലകളിലുമില്ല. ഇത്തവണയും കേരളത്തിലെ ഗവൺമെന്റ് 900-ഓളം കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ കൊണ്ടുവന്നു. ഇന്ന് 3/4% കാര്യങ്ങൾ നടപ്പിലാക്കുവാൻ കഴിഞ്ഞ ഒരു ഗവൺമെന്റായിട്ട് കേരളത്തിലെ ഗവൺമെന്റ് മാറി. ഒട്ടേറെ മാറ്റങ്ങൾ ഗവൺമെന്റ് ഇന്ന് കൊണ്ടുവന്നു. കാരണം നമുക്കറിയാം, കൊല്ലത്ത് വലിയ ഇൻഡോർ സ്റ്റേഡിയം വരികയാണ്. സ്റ്റേഡിയം എന്ന് പറയുമ്പോൾ 800 മീറ്റർ നല്ല റൗണ്ടില് നല്ലതുപോലെ, എനിക്ക് തോന്നുന്നു നമ്മുടെ കേരളം എടുത്താൽ ഏറ്റവും നല്ല സ്റ്റേഡിയമായിട്ട് കൊല്ലത്തെ ലാൽ ബഹദൂർ സ്റ്റേഡിയം മാറ്റിയെടുക്കുവാൻ, അവിടെ എല്ലാ തരത്തിലുള്ള സ്വിമ്മിംഗ് പൂൾ ഉൾപ്പെടെ കൊണ്ടുവരത്തക്ക നിലയിൽ അതിന്റെയൊക്കെ പ്രവർത്തനങ്ങൾ ഏതാനും മാസത്തിനകം പൂർത്തീകരിക്കത്തക്ക നിലയിൽ പോകും. സാംസ്കാരിക സമുച്ചയം 52 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കേരളത്തിലെ 4 ജില്ലകളിൽ ആദ്യം നടപ്പിലാക്കിയപ്പോൾ അത് കൊല്ലം ജില്ലയിൽ നമ്മൾ ആശ്രാമം മൈതാനിയിൽ ശ്രീനാരായണ ഗുരുദേവന്റെ പേരിൽ നമുക്കത് തുടങ്ങുവാൻ കഴിഞ്ഞു. അത് നിസ്സാരപ്പെട്ട കാര്യമല്ല. 1,00,000 സ്ക്വയർ ഫീറ്റിലാണ് അത് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് കൊല്ലം ജില്ലയിൽ ഏത് സാംസ്കാരിക പരിപാടി നടത്തണം, കേരളത്തിലെ സാംസ്കാരിക പരിപാടികൾ നടത്തുവാൻ നമുക്കിന്ന് കൊല്ലം ജില്ലയിൽ ഒരു വലിയ ആസ്ഥാനം ഉണ്ടാക്കിയെടുക്കുവാൻ കേരളത്തിലെ ഗവൺമെന്റിന് കഴിഞ്ഞു. കുമാരനാശാന്റെ പേരിൽ നമുക്കൊരു സ്ക്വയർ ഇപ്പോൾ അവിടെ രൂപം കൊണ്ടു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ആ നിലയിലേക്ക് വ്യത്യസ്തങ്ങളായിട്ടുള്ള നിരവധി പദ്ധതികൾ ഇന്ന് നമുക്കറിയാം. കൊല്ലവുമായി ബന്ധപ്പെട്ട് നമുക്ക് തുറമുഖങ്ങൾ വരുമ്പോൾ തിരുവനന്തപുരം ഇപ്പൊ തുറമുഖം തുറന്നു കഴിഞ്ഞു. ആ തുറമുഖം കഴിഞ്ഞാൽ അടുത്ത തുറമുഖം ഇപ്പൊ നമ്മുടെ കൊല്ലം ജില്ലയിലേക്ക് അതിന്റെ പ്രവർത്തനം വ്യാപിപ്പിക്കുകയാണ്. അപ്പൊ ആ നിലയിലേക്ക് വലിയ മാറ്റങ്ങൾ, നമ്മുടെ കൊല്ലത്തൊരു വലിയ കോടതി സമുച്ചയം ഉൾപ്പെടെ ഇപ്പോൾ അതിന് തറക്കല്ലിട്ട് മുന്നോട്ട് പോകുവാനുള്ള അവസ്ഥയിലേക്ക് കോടിക്കണക്കിന് രൂപ അതിനും അനുവദിച്ചു വന്ന ഒരവസ്ഥ നമുക്ക് കാണുവാൻ കഴിഞ്ഞു. നിരവധി ക്ഷേമ വികസന പ്രവർത്തനങ്ങൾ കൊച്ചിയിൽ നിങ്ങൾ കണ്ടു. ജല മെട്രോ 1136 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടുള്ള ഇന്ത്യയിലെ ആദ്യത്തെ മെട്രോ നഗരം അല്ലെങ്കിൽ നഗരം എന്ന് പറയപ്പെടുന്ന ഒരു പ്രദേശത്ത് നമുക്ക് നമ്മുടെ കേരളത്തിന്റെ ഒരു സ്വപ്ന പദ്ധതി പോലെ നമുക്ക് ജലമെട്രോ കൊണ്ടുവരുവാൻ കഴിഞ്ഞു. മെട്രോ ട്രെയിനുള്ള ഒരു നഗരമായിട്ട് നമ്മുടെ കൊച്ചി നഗരത്തെ മാറ്റിയെടുക്കുവാൻ നമുക്ക് കഴിഞ്ഞു. ഇന്ന് നമുക്കറിയാം, ഡിജിറ്റൽ സയൻസ് പാർക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് 200 കോടി രൂപ ചെലവഴിച്ചു വരുന്നു. ഇനിയും 3 അത്തരത്തിലുള്ള സയൻസ് പാർക്കുകൾ വരാൻ പോകുന്നൊരവസ്ഥ. അങ്ങനെ നിരവധി പദ്ധതികൾ. ഞാൻ അതുകൊണ്ട് എല്ലാ കാര്യങ്ങളിലേക്കും കിടക്കുന്നില്ല. എന്നോടൊപ്പമുള്ള 2 മന്ത്രിമാർ കൂടിയുണ്ട്, അവർക്കും സംസാരിക്കണം. മുഖ്യമന്ത്രി അപ്പോഴേക്കും എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട്, സമയം വളരെ കുറച്ചേ ഉള്ളൂ എന്നുള്ളത് കൊണ്ട് ഞാൻ എൻ്റെ സംസാരം ചുരുക്കുന്നു. ഈ സദസ്സ്, ഈ നവകേരള സദസ്സ് ഒരു വൻ വിജയപ്രദമാക്കി മാറ്റുവാനാണ് നമ്മുടെ ജനങ്ങൾ ഒന്നടങ്കം നിൽക്കുന്നത്. അതൊരു വലിയ മാറ്റമാണ്. അത് കേരളത്തിന്റെ ഗവൺമെന്റിന്റെ ചരിത്രത്തിൽ ഒരു പുതിയ മുഖം തുറന്നു വയ്ക്കുകയാണ് എന്ന് മാത്രമാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത്. ഇതിൽ പങ്കെടുക്കുവാൻ വന്ന മുഴുവൻ ആൾക്കാർക്കും എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തിൽ രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ എൻ്റെ സംസാരം നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നവകേരള സദസ്സിൽ ഈ കുണ്ടറ മണ്ഡലത്തിലെ ജനതയോട് സംവദിക്കാനായി എത്തുന്നു പോർട്ട് മ്യൂസിയം വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് ദേവർകോവിൽ. പ്രിയങ്കരിയായ ഈ യോഗത്തിൻ്റെ അധ്യക്ഷ മേഴ്സിക്കുട്ടിയമ്മ, എന്നോടൊപ്പം വന്നിട്ടുള്ള പ്രിയപ്പെട്ട മന്ത്രിമാർ കെ രാധാകൃഷ്ണൻ, ചിഞ്ചുറാണി, മറ്റ് മന്ത്രിമാർ, സുഹൃത്തുക്കളെ, വളരെ സന്തോഷകരമായൊരു സായാഹ്നത്തിലാണ് നാം ഇവിടെ സമ്മേളിച്ചിട്ടുള്ളത്. പ്രിയങ്കരനായ മുഖ്യമന്ത്രി ഏതാനും നിമിഷങ്ങൾക്കകം ഇവിടെ എത്തിച്ചേരും. നവകേരള നിർമ്മിതി എന്ന ചരിത്ര ദൗത്യം സാക്ഷാത്കരിക്കുന്നതിനുള്ള ആശയ രൂപീകരണവും കേരളം കൈവരിച്ച ചരിത്ര നേട്ടങ്ങളുടെ അവതരണവുമായി നവകേരള സദസ്സ് 13 ജില്ലകൾ പിന്നിടുകയാണ്. കേരളം സമാനതകളില്ലാത്ത വിധം വികസിതമായിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം വസ്തുതകളുടെ പിൻബലത്തിലാണ് കേരള ജനതയ്ക്ക് മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ഗവൺമെന്റ് പ്രോഗ്രാം എന്ന നിലക്ക് തന്നെ ഈ പരിപാടിയിൽ അധ്യക്ഷം വഹിക്കേണ്ടിയിരുന്നത് ഈ സ്ഥലം MLA ആയിരുന്നു. അദ്ദേഹത്തിന് നിയമസഭയിൽ പോകുന്നത് പോലെ തന്നെ
കേരളത്തിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും പങ്കെടുക്കുന്ന ഈ സദസ്സിൽ വന്നുകൊണ്ട് ഇതിൻ്റെ സംഘാടക സമിതി ചെയർമാനായി, ഇതിൻ്റെ അധ്യക്ഷനായി, ആമുഖപ്രസംഗത്തിലും ഉപസംഹാര പ്രസംഗത്തിലും അദ്ദേഹത്തിന് പറയാനുള്ള കാര്യങ്ങൾ പറയാനുള്ള വേദിയായിരുന്നു ഇത്. പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, അദ്ദേഹം അത് ഉപയോഗപ്പെടുത്തിയില്ല എന്നത് ദുഃഖകരമായൊരു വസ്തുതയാണ്. ഡാറ്റകൾ വെച്ചുകൊണ്ട് കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ കേന്ദ്രം ഭരിക്കുന്ന BJPയും കേരളത്തിലെ UDFും മൊത്തത്തിൽ അങ്കലാപ്പിലാണ് എന്നതാണ് ഒരു യാഥാർത്ഥ്യം. കേരളം വികസിക്കുകയും വളരുകയും ചെയ്യുന്നതിൻ്റെ സൗകര്യങ്ങൾ ആസ്വദിക്കുകയും അനുഭവിക്കുകയും ചെയ്യുമ്പോഴും ഇതൊന്നും മലയാളികൾ തിരിച്ചറിഞ്ഞുകൂടാ എന്ന വാശിയാണ് BJPക്കും UDFിനും എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. തുടർന്നും പ്രതിപക്ഷത്ത് തന്നെ ഇരിക്കേണ്ടി വരുമെന്ന തിരിച്ചറിവാണ് അത്തരമൊരു വാശിയിലേക്കും അരിശത്തിലേക്കും പ്രതിപക്ഷത്തെ എത്തിച്ചിരിക്കുന്നത് എന്നാണ് നാം മനസ്സിലാക്കേണ്ടത്. അതേസമയം കേരള ജനത പ്രബുദ്ധരാണ്. എന്തൊക്കെ കുപ്രചരണങ്ങളുണ്ടായാലും തങ്ങൾക്ക് ആര് നേതൃത്വം നൽകണമെന്നും ഈ നാട് ആര് ഭരിക്കണമെന്നും അവർക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് സഖാവ് പിണറായി വിജയൻ നയിക്കുന്ന LDF സർക്കാരിനെ തുടർച്ചയായി കേരള ചരിത്രത്തിൽ ആദ്യമായി രണ്ടാം തവണയും തുടർഭരണം സമ്മാനിച്ചുകൊണ്ട് ജനങ്ങൾ തെരഞ്ഞെടുത്തത് എന്നത് നമുക്ക് ഓർമ്മയിലുണ്ട്. 2016 പ്രകടന പത്രികയിൽ പറഞ്ഞ 600-ൽ ഏതാണ്ട് 570 കാര്യങ്ങളും പൂർത്തീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ LDF വീണ്ടും ജനങ്ങളോട് ജനസമ്മതി ചോദിച്ചത്. അതുകൊണ്ട് തന്നെയാണ് 99 സീറ്റുമായി LDFന് തിരിച്ചു വരാൻ കഴിഞ്ഞത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഈ ജനതയ്ക്ക് ഈ മുന്നണിയെയും ഈ ഭരണകൂടത്തെയും വിശ്വാസമാണ്. പൊടിപ്പും തൊങ്ങലും വെച്ച ഒരുപാട് കള്ളപ്രചരണങ്ങൾ UDFും BJPയും ചില മാധ്യമങ്ങളും നടത്തിയിട്ട് പോലും ഈ നവകേരള സദസ്സിൽ ജനങ്ങൾ കൂട്ടം കൂട്ടമായി പങ്കെടുത്തുകൊണ്ട് തെളിയിക്കുന്നത് കേരളം ഭരിക്കാൻ യോഗ്യനായ ഏക മുഖ്യമന്ത്രി പിണറായി വിജയൻ മാത്രമാണ് എന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിക്കുകയാണ്. ഓരോ ജില്ലകൾ പിന്നിടുമ്പോഴും ജനങ്ങളുടെ പങ്കാളിത്തം കൂടിക്കൂടി വരുന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓരോ ദിവസവും പ്രതിപക്ഷ നേതാവ് പത്രസമ്മേളനം നടത്തി നവകേരള സദസ്സിനെതിരെ ആഞ്ഞടിക്കുമ്പോഴും ജനങ്ങൾ 10 മടങ്ങ് ശക്തിയോടുകൂടി എങ്കിൽ ഞങ്ങൾ ഈ മുഖ്യമന്ത്രിയുടെ ശക്തി ഒന്ന് കാണിക്കാമെന്ന രീതിയിൽ പ്രതികരിച്ചു കൊണ്ടിരിക്കുന്നു എന്നത് ഏറെ സന്തോഷകരമാണ്. ആ ജനതയ്ക്ക് താങ്ങും തണലും കരുത്തുമായി ഈ സർക്കാർ കൂടെ ഉണ്ടാകും എന്നവർക്ക് ഉറപ്പുണ്ട്. 900 കാര്യങ്ങളിലടങ്ങിയ പ്രകടന പത്രികയാണ് 2021 LDF പുറത്തിറക്കിയത്. അതിൽ 272 പ്രവൃത്തികൾക്ക് തുടക്കം കുറിച്ചതിന്റെ ഡാറ്റയുമായി സർക്കാരിന്റെ 1ാം വാർഷികത്തിലും 2ാം വാർഷികത്തിലും പ്രോഗ്രസ് റിപ്പോർട്ടുകൾ പ്രിന്റ് ചെയ്ത് നൽകിയാണ് അതിന്റെ പുരോഗതി ബഹുജന സമക്ഷം സമർപ്പിച്ചിട്ടുള്ളത്. പഴയകാലത്ത് നമുക്കറിയാം, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയക്കാർ വരും, ജനങ്ങൾക്ക് മുമ്പിൽ കുറെ വാഗ്ദാനങ്ങൾ നൽകും, പിന്നീട് തിരിഞ്ഞു നോക്കിയാൽ അവരെ കാണാത്തൊരു സാഹചര്യമായിരുന്നു. അതിൽ നിന്ന് ഒരു മാറ്റം വരുത്തിക്കൊണ്ടാണ് ഓരോ വർഷവും ഈ ഡാറ്റകൾ വെച്ചുകൊണ്ട് ഞങ്ങൾ ഇത്ര കാര്യം ചെയ്തു കഴിഞ്ഞു എന്ന് ജനങ്ങളോട് ഈ ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ സർക്കാർ ഈ ജനതയ്ക്ക് മുമ്പിൽ സോഷ്യൽ ഓഡിറ്റിങ്ങിന് വിധേയമാണ്. അത് തന്നെയാണ് ഇടതുപക്ഷ സർക്കാരിന്റെ ഏറ്റവും വലിയ സുതാര്യതയെന്ന് ഈ ജനതക്കറിയാം. പക്ഷേ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും കൂട്ടുമുന്നണി ഉണ്ടാക്കി ഈ നാടിന്റെ വികസന മുന്നേറ്റങ്ങൾക്ക് തുരങ്കം വെക്കുകയാണ്. നാടിന്റെ വികസനത്തിനും പുരോഗതിക്കും കരുത്തു പകരുന്ന വാർത്തകളും ചിന്തകളും പകർന്നു നൽകുന്നതിന് പകരം നെഗറ്റീവ് ന്യൂസുകൾ സൃഷ്ടിക്കാനും അത് പ്രചരിപ്പിക്കാനുമാണ് ഇക്കൂട്ടർക്ക് കൂടുതൽ താല്പര്യം. കേന്ദ്ര സർക്കാർ കേരളത്തോട് തുടരുന്ന ചിറ്റമ്മ നയം ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നതിൽ BJPയേക്കാൾ അരിശം UDFനാണ് എന്നതാണ് ഏറെ ഖേദകരം. സംഘപരിവാർ ഫാക്ടറികളിൽ നിന്ന് അടിച്ചിറക്കുന്ന ഫേക്ക് പോസ്റ്ററുകളുടെ ഏറ്റവും വലിയ പ്രചാരകർ UDFകാരാണ്. തിരിച്ച് കോൺഗ്രസിന്റെ നുണക്കോട്ടകളുടെ പ്രചാരകരായി BJPയും മാറുകയാണ്. പരസ്പര സഹായ സഹകരണ സംഘമായി ഈ 2 കൂട്ടരും കേരളത്തിന്റെ വളർച്ചയ്ക്ക് വിഘാതം സൃഷ്ടിക്കുക എന്ന നിലപാടാണ് സ്വീകരിച്ചു വരുന്നത്. പക്ഷെ വസ്തുതകളെ നാം തിരിച്ചറിയേണ്ടതുണ്ട്. കേരളത്തിന്റെ സാമ്പത്തിക വളർച്ച 12%. അതേസമയം ദേശീയ സാമ്പത്തിക വളർച്ച 6%. അതേസമയം ദേശീയ ആളോഹരി വരുമാനം ഏറ്റവും കൂടുതലുള്ള 5 സംസ്ഥാനങ്ങളിൽ ഒന്ന് കേരളമാണ്. 2021-22 കേരളത്തിന്റെ വ്യവസായ വളർച്ച 17.3% മാത്രമാണ്. നിർമ്മിതോൽപ്പന്നങ്ങളുടെ വളർച്ച 18% കൂടുതലാണ്.
കഴിഞ്ഞ 7 വർഷത്തിനുള്ളിൽ സംസ്ഥാനത്തിന്റെ പ്രതിശീർഷ വരുമാനം 1,48,000 രൂപയിൽ നിന്ന് 2,28,000 കോടി രൂപയായി ഉയർന്നു വന്നു എന്ന വസ്തുത നാം മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. രാജ്യത്തെ ഏറ്റവും ഉയർന്ന പ്രതിശീർഷ വരുമാനമുള്ള ആദ്യത്തെ 5 സംസ്ഥാനങ്ങളിൽ ഒന്നായി കേരളം മാറി. ആഭ്യന്തര വളർച്ച 8% വർദ്ധിക്കുകയും വ്യക്തിഗത വരുമാനം 26% നിന്ന് 67% വർദ്ധിക്കുകയും ചെയ്തു. 2016 ഉണ്ടായിരുന്ന GDP 56,000 കോടിയിൽ നിന്ന് 1,17,000 കോടി രൂപയായി 1,17,000 കോടി രൂപയായി വികസിക്കുകയും ചെയ്ത സംസ്ഥാനത്തിന്റെ ശ്രദ്ധേയമായ സാമ്പത്തിക വളർച്ച നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. നികുതി വരുമാനത്തിനും വലിയ വർധനമുണ്ടാക്കാൻ നമുക്ക് സാധിച്ചു. 23,000 കോടിയുടെ ഗണ്യമായ വർധനമാണ് ഉണ്ടായിട്ടുള്ളത്. IT മേഖലയിൽ 7 വർഷത്തിനുള്ളിൽ തൊഴിലവസരങ്ങളുടെ എണ്ണം 26,000-ൽ നിന്ന് 62,000-ആയി വർദ്ധിച്ചതോടെ IT മേഖല ഗണ്യമായ വളർച്ചക്കാണ് സാക്ഷ്യം വഹിച്ചത്. കാർഷിക മേഖലയിൽ 4% വളർച്ച രേഖപ്പെടുത്തുകയുണ്ടായി. വിദ്യാഭ്യാസ മേഖലയിൽ 4,300 കോടി രൂപ നിക്ഷേപിക്കുകയും 2,300 സ്കൂളുകൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിക്കുകയും ചെയ്തു. ഈ വളർച്ചയുടെ തോത് ഡാറ്റകൾ വെച്ച് സംസാരിക്കുന്നതാണ് പ്രതിപക്ഷത്തിന് അസ്വസ്ഥതയ്ക്ക് കാരണമാകുന്നത്. ഒന്നുകൂടി ചേർത്ത് പറയേണ്ടത്, കേരളത്തിന് അർഹമായ അവകാശങ്ങൾ പോലും കേന്ദ്ര സർക്കാർ നിഷേധിക്കുമ്പോഴാണ് ഈ നേട്ടങ്ങളൊക്കെയും നാം കൈവരിച്ചുകൊണ്ടിരിക്കുന്നത് എന്നതാണ്. സാമ്പത്തികമായി എങ്ങനെയെല്ലാം കേരളത്തെ പ്രതിസന്ധിയിലാക്കാൻ സാധിക്കുമോ അങ്ങനെയെല്ലാം വരിഞ്ഞു മുറുക്കാനാണ് കേന്ദ്ര സർക്കാർ ശ്രമിക്കുന്നത്. GST നഷ്ടപരിഹാരം നിർത്തിയത് കൊണ്ടുണ്ടായ കുറവ് 12,000 കോടിയും റവന്യൂ കമ്മി ഗ്രാന്റിലെ കുറവ് 8,400 കോടിയും വായ്പാ അനുമതി നിഷേധിച്ചത് മൂലമുണ്ടായ കുറവ് 19,600 കോടിയും ഉൾപ്പെടെ 57,000 കോടി രൂപയിലധികമാണ് സംസ്ഥാനത്തിന്റെ വരുമാനത്തിൽ കുറവുണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ കേരളം പ്രതിസന്ധികൾ നേരിട്ടപ്പോഴെല്ലാം പ്രതിസന്ധികൾക്ക് ആക്കം കൂട്ടുക എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ കൈക്കൊണ്ടത്. പ്രളയത്തിൽ തകർന്നടിഞ്ഞ കേരളത്തെ കൈപിടിച്ചുയർത്താൻ UAE പോലെയുള്ള രാഷ്ട്രങ്ങൾ മുന്നോട്ട് വന്നപ്പോൾ ഫണ്ട് വാങ്ങാനുള്ള അനുമതി തന്നില്ലെന്ന് മാത്രമല്ല, ആ സമയത്ത് തന്ന അരിക്ക് പോലും പിന്നീട് ബില്ലയച്ചവരാണ് കേന്ദ്ര ഭരണകൂടം. അവിടെയൊന്നുമില്ല. മഹാപ്രളയത്തിൽ കൈത്താങ്ങായി വന്ന കേന്ദ്ര സേനയുടെ ചെലവിന് ബില്ല് പോലും ചോദിച്ചു വാങ്ങിയവരാണ് BJP നേതൃത്വം നൽകുന്ന കേന്ദ്ര സർക്കാർ എന്ന് നാം തിരിച്ചറിയണം. അതേസമയം അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ താൽപര്യ സംരക്ഷണമാണ് ഇടതുപക്ഷ സർക്കാരിന്റെ മുഖമുദ്ര. നിരാലംബരായ 3,56,108 പേർക്കാണ് ഇതിനോടകം ലൈഫ് പദ്ധതിയിൽ വീട് നിർമ്മിച്ച് നൽകിയത്. 1,25,000 വീടുകളുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പുരോഗമിച്ചു വരികയുമാണ്. അതോടൊപ്പം 32,171 വീടുകളുടെ നിർമ്മാണത്തിന് 72,000 രൂപ നൽകി വീടുകൾക്ക് മുമ്പിൽ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സ്ഥാപിച്ച് PMAY വീടുകൾ എന്ന് ബോർഡ് സ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് കത്തയച്ച കേന്ദ്ര സർക്കാരിന്റെ ചെയ്തികൾ നാം ചേർത്ത് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. നമ്മൾ ഈ വീടുകൾക്ക് മുമ്പിൽ സഖാവ് പിണറായിയുടെ ഫോട്ടോ വെച്ചിട്ടില്ല, കേരള ഗവൺമെന്റിന്റെ പദ്ധതിയാണെന്ന് എഴുതി വെച്ചിട്ടില്ല. അവിടെയാണ് ഈ ചില്ലിക്കാശുകൾ തന്നുകൊണ്ട് കേന്ദ്രം നമ്മളോട് കേന്ദ്രത്തിന്റെ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഫോട്ടോ സ്ഥാപിക്കണമെന്ന് ആവശ്യപ്പെടുന്നത്. അത് മനസ്സില്ല എന്ന് പറഞ്ഞ പാരമ്പര്യമാണ് കേരള സംസ്ഥാനത്തിനുള്ളത് എന്ന് കൂടി സാന്ദർഭികമായി സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. നവകേരള സദസ്സ് ആരംഭിച്ച നാൾ മുതൽ ചില UDFന്റെ ജനസമ്പർക്ക പരിപാടിയുമായി ഇതിനെ കൂട്ടിക്കെട്ടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ജനസമ്പർക്ക പരിപാടിയിലൂടെ ശയ്യാവലംബരായ ആയിരങ്ങളെ പൊരിവലിൽ നിർത്തി UDF 5 വർഷത്തിൽ വിതരണം ചെയ്ത സഹായം 808 കോടി രൂപ മാത്രമാണ്. കൊട്ടും കൊരവയുമില്ലാതെ ജനങ്ങളെ വരി നിർത്താതെ ഓൺലൈനിലൂടെ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ദുരിതാശ്വാസ നിധിയിൽ നിന്ന് ഒന്നാം പിണറായി സർക്കാർ നൽകിയ സഹായധനം 5,715.95 കോടി രൂപയാണ്. രണ്ടാം പിണറായി സർക്കാർ ഇതുവരെ വിതരണം ചെയ്തത് 1,917.33 കോടി രൂപയും 7 വർഷത്തിനുള്ളിൽ 7,633 കോടി രൂപ ഇതിനോടകം ജനങ്ങൾക്ക് വിതരണം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. UDF സർക്കാർ സാമൂഹ്യ സുരക്ഷാ പെൻഷനിൽ 5 വർഷം കൊണ്ട് കൊടുത്തത് 9,011 കോടി രൂപയായിരുന്നുവെങ്കിൽ 1ഉം 2ഉം പിണറായി സർക്കാരുകൾ 7 വർഷം കൊണ്ട് കൊടുത്തത്
57,634 കോടി രൂപയാണ്. അതായത് UDF വിതരണം ചെയ്തതിന്റെ 7 ഇരട്ടിയാണ് ഈ ഗവൺമെന്റ് വിതരണം ചെയ്തിട്ടുള്ളത്. UDF കൊടുത്ത പെൻഷൻ തുക 600 രൂപ, നാം കൊടുക്കുന്ന പെൻഷൻ 1600 രൂപ. UDF കാലത്ത് ആ 600 രൂപ 18 മാസം കുടിശ്ശികയാക്കി വെച്ചു. നമുക്ക് ഇടക്കാലത്ത് 2 മാസത്തെയും 3 മാസത്തെയും കുടിശ്ശിക വന്നപ്പോ അതിനെതിരമായ പ്രചണ്ഡമായ പ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരു കൂട്ടർ. ഈ യാഥാർത്ഥ്യം അവർ മറന്നുപോവുകയാണ്. ആ 18 മാസക്കാലത്തെ കടം വീട്ടിക്കൊണ്ടാണ് ഈ സർക്കാർ ഈ പെൻഷൻ വിതരണം തുറന്നു കൊണ്ടുവന്നത്. വികസന കുതിപ്പുകെട്ട നീണ്ട പട്ടികയാണ് ഈ സർക്കാരിന് ജനങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കാനുള്ളത്. 6500 കോടി രൂപ ചെലവിൽ 625 കിലോമീറ്റർ നീളത്തിൽ തിരുവനന്തപുരത്തെ പൂവാർ മുതൽ കാസർകോട്ടെ കുഞ്ചത്തൂർ വരെ തീരദേശ ഹൈവേയുടെ പ്രവർത്തനങ്ങളും 3500 കോടി രൂപ ചെലവിൽ 1251 കിലോമീറ്റർ നീളത്തിൽ തിരുവനന്തപുരത്തെ പാറശാല മുതൽ കാസർകോട് നന്താരപ്പടക് വരെ മലയോര ഹൈവേയുടെ പ്രവർത്തനങ്ങളും പുരോഗമിച്ചു വരികയാണ്. നമ്മുടെ അഭിമാന പദ്ധതികളിലൊന്നായ നാഷണൽ ഹൈവേയുടെ പ്രവർത്തനങ്ങളും ദ്രുതഗതിയിൽ മുന്നോട്ട് പോവുകയാണ്. വിഴിഞ്ഞം തുറമുഖം യാഥാർത്ഥ്യമായിരിക്കുന്നു. 2 വർഷം കൊണ്ട് കപ്പൽ കൊണ്ടുവരുമെന്ന് പറഞ്ഞപ്പോ പരിഹസിച്ച ആളുകൾ ഈ നാട്ടിലുണ്ടായിരുന്നു. 2 വർഷം പൂർത്തിയായപ്പോ കേരളീയർക്ക് ഓണസമ്മാനമായി വിഴിഞ്ഞത്തെ കപ്പലെത്തിക്കാൻ കഴിഞ്ഞ സർക്കാരാണ് ഈ സർക്കാർ എന്ന് മാത്രമല്ല, 2ാമത്തെ കപ്പലും 3ാമത്തെ കപ്പലും എത്തിക്കഴിഞ്ഞു. 4ാമത്തെ കപ്പൽ ഈ മാസം അവസാനത്തോടു കൂടി എത്താൻ വേണ്ടി പോവുകയാണ്. അതോടൊപ്പം തന്നെ കേരളത്തിലെ 4 തുറമുഖങ്ങൾ കൂടി അന്താരാഷ്ട്ര അംഗീകാരം തേടിയിരിക്കുന്നു. നമ്മുടെ കൊല്ലം തുറമുഖം ISPS അംഗീകാരം, സ്ഥിരമായ അംഗീകാരം ലഭിച്ച സന്തോഷ വാർത്ത നിങ്ങൾ അറിയിക്കുകയാണ്. ഏത് വിദേശ കപ്പലുകൾക്കും സുഗമമായി വന്നു പോകാനുള്ള എല്ലാ സംവിധാനങ്ങളും ഇപ്പോൾ കൊല്ലം പോർട്ടിൽ യാഥാർത്ഥ്യമായി കഴിഞ്ഞിട്ടുണ്ട്. വിഴിഞ്ഞം വാണിജ്യാടിസ്ഥാനത്തിൽ മെയ് മാസത്തോട് തുറന്നു കൊടുക്കുന്നതോടുകൂടി വലിയ രീതിയിലുള്ള വികസനമാണ് കൊല്ലത്തേക്കും വരാൻ വേണ്ടി പോകുന്നത്. അതോടൊപ്പം തന്നെ കൊല്ലം, ബേപ്പൂർ, അഴീക്കൽ തുറമുഖങ്ങളെ യോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു സർവീസിനെ കുറിച്ച് ആലോചിച്ചു വരികയാണ്. അതോടൊപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ കഴിയുന്ന മലയാളികൾക്ക് ഉത്സവ സീസണുകളിൽ വൻതോതിൽ കഴുത്തറപ്പൻ ചാർജ് ഈടാക്കുന്ന വിമാന കമ്പനികളെ കൊള്ളക്കെതിരായി വിമാന സർവീസ് നടത്തുന്നതിനെ കുറിച്ചുള്ള പരിപാടികളെ കുറിച്ച് കേന്ദ്ര ഗവൺമെന്റുമായി ചില കരാറുകളിൽ ഒപ്പുവെക്കുകയും ടെൻഡർ ക്ഷണിക്കാനുള്ളതിലേക്ക് എത്തിച്ചേരുകയും ചെയ്ത സന്തോഷ വാർത്ത കൂടെ നിങ്ങൾ അറിയിക്കുകയാണ്. ഞാൻ ദീർഘമായി സംസാരിക്കുന്നില്ല. ഇവിടെ പ്രിയങ്കരനായ രാധാകൃഷ്ണൻ മിശ്ര കൂടി സംസാരിക്കാനുള്ളത് കൊണ്ട് നിങ്ങൾക്കൊക്കെ കേരള ഗവൺമെന്റിന്റെ പേരിൽ അഭിവാദനത്തിന്റെ പൂച്ചെണ്ടുകൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. നന്ദി, നമസ്കാരം. അടുത്തതായി നവകേരള സദസ്സിൽ നമ്മളോടൊപ്പം സംവദിക്കാനായി പട്ടികജാതി ദേവസ്വം വകുപ്പ് മന്ത്രി ശ്രീ കെ രാധാകൃഷ്ണൻ അവരെ ആദരണീയപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ബഹുമാനീയ യോഗാധ്യക്ഷ, മുൻ മന്ത്രിയും നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട നേതാവുമായിട്ടുള്ള ശ്രീമതി മേഴ്സിക്കുട്ടിയമ്മ, ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച നമ്മുടെ കൊല്ലം ജില്ലക്കാരി കൂടിയായ മന്ത്രി ശ്രീമതി ചിഞ്ചുറാണി, അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി അഹമ്മദ് ദേവർകോവിൽ, നമ്മുടെ ജില്ലക്കാരനും നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധനകാര്യ വകുപ്പ് മന്ത്രി കൂടിയായ ശ്രീ KN ബാലഗോപാലൻ, മറ്റ് വേദിയിൽ സന്നിധരായിരിക്കുന്ന വിവിധ തട്ടുകളിലെ ജനപ്രതിനിധികളെ, നമ്മുടെ കൊല്ലം ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള ഉന്നത ഉദ്യോഗസ്ഥന്മാരെ, പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, മാധ്യമപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, കഴിഞ്ഞ നവംബർ 18-ന് ഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് മഞ്ചേശ്വരത്ത് വെച്ചാണ് നവകേരള സദസ്സിന് തുടക്കം കുറിച്ചത്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിലാണ് കാസർഗോഡ് നിന്നും ഈ നവകേരള സദസ്സ് ആരംഭിച്ചത്. ഇന്ന് 118ാമത്തെ അസംബ്ലി മണ്ഡലത്തിലാണ് ഈ നവകേരള സദസ്സ് എത്തിച്ചേരുന്നത്.
ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും മറ്റ് മന്ത്രിസഭാംഗങ്ങളും ഈ വേദിയിൽ എത്തിച്ചേരും എന്നുള്ളത് കൊണ്ട് ഞാൻ ഒരു ദീർഘമായ പ്രസംഗം നടത്തുന്നില്ല. നേരത്തെ സംസാരിച്ച 2 മന്ത്രിമാരും നവകേരള സദസ്സ് എന്തിനു വേണ്ടിയാണ് സംഘടിപ്പിക്കുന്നത് എന്നുള്ള കാര്യത്തെ സംബന്ധിച്ച് ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. നമുക്കറിയാം, നമ്മുടെ കേരളം രൂപം കൊണ്ട് 66 വർഷങ്ങൾ പിന്നിട്ടു. ഈ പിന്നിട്ട 66 വർഷം കൊണ്ട് നമ്മുടെ കേരളം ഒരുപാട് രംഗത്ത് മാതൃകയായി മാറി. ഏതൊരു മലയാളിക്കും അഭിമാനിക്കാൻ കഴിയാവുന്ന രീതിയിലുള്ള നേട്ടങ്ങളാണ് വ്യത്യസ്ത മേഖലയിൽ നാം ഉണ്ടാക്കിയത്. അങ്ങനെ അഭിമാനത്തോടുകൂടി നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിഞ്ഞതിൻ്റെ പിന്നിലെ ചരിത്രം നമുക്കെല്ലാം അറിയാം. ഞാൻ എൻ്റെ വിശദാംശത്തിലേക്ക് പോകുന്നില്ല. ഈ പിന്നിട്ട 66 വർഷം കൊണ്ട് നേടിയ നേട്ടങ്ങൾ എന്താണെന്ന് തിരിച്ചറിയുകയും ഇനി നമ്മുടെ നാട് നേടേണ്ട കാര്യങ്ങൾ എന്താണ് എന്നുള്ള വലിയ രീതിയിലുള്ള ചർച്ച സംഘടിപ്പിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് ഈ നവകേരള സദസ്സിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം. നവകേരള സദസ്സ് ആരംഭിച്ച സന്ദർഭത്തിൽ അതിനെതിരായി പറഞ്ഞ കാര്യങ്ങൾ ഇവിടെ നേരത്തെ നമ്മുടെ മന്ത്രിമാർ സൂചിപ്പിച്ചു. ഈ നവകേരള സദസ്സിനെ അപഹസിക്കാനും അവഹേളിക്കാനും കുറ്റപ്പെടുത്താനും ഒക്കെ തന്നെ ചില ആളുകൾ മുന്നോട്ട് വരികയുണ്ടായി. അങ്ങനെ നവകേരള സദസ്സ് അവസാനം വന്നു കഴിഞ്ഞപ്പോൾ അത് അശ്ലീല സദസ്സാണെന്ന് പോലും പറഞ്ഞ് അപഹസിക്കുന്ന സ്ഥിതി ഉണ്ടായി. അങ്ങനെ പറഞ്ഞ് അവഹേളിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ, കുറ്റപ്പെടുത്താൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ കേരളത്തിലെ ജനങ്ങൾ അതിനോട് എങ്ങനെയാണ് പ്രതികരിച്ചത്? ജനങ്ങൾ അതിനോട് പ്രതികരിച്ചത് കക്ഷി രാഷ്ട്രീയ ജാതി മത ഭേദമന്യേ എല്ലാവരും ഒന്നിക്കുന്ന കാഴ്ചയാണ് നാം കണ്ടത്. അതുകൊണ്ടാണ് സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിന്റെയും ജന്മത്വത്തിന്റെയും നാടുവാഴിത്തത്തിന്റെയും ദുരന്തങ്ങൾക്കെതിരായി പോരാടിയ ഈ മണ്ണിൽ ഇന്നിവിടെ ഈ തടിച്ചുകൂടിയ ജനസഹസ്രങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നത് ഞങ്ങൾ ഈ സദസ്സിനെ ഞങ്ങളുടെ നെഞ്ചിൽ വരവേറ്റു എന്നുള്ളതാണ്. അതായത് അപഹസിച്ചവർക്കുള്ള ഉത്തരമാണ്, മറുപടിയാണ്. ഈ നവകേരള സദസ്സിലൂടെ ഈ നവകേരള സദസ്സ് എന്തിനാണ് എന്ന് നല്ലപോലെ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ നവകേരള സദസ്സിനെ വിജയിപ്പിക്കാൻ വേണ്ടി വന്ന ജനതയാണ് എൻ്റെ മുമ്പിലിരിക്കുന്നത്, നമ്മുടെ മുമ്പിലിരിക്കുന്നത്. അവരെല്ലാം അശ്ലീലം കാണാൻ വന്നവരാണ്. അശ്ലീലം ആണ് എന്ന് പറഞ്ഞ് അപഹസിച്ച ആളുകൾ അത് തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാണ്. അങ്ങനെ അവഹേളിക്കാൻ വേണ്ടി ശ്രമിച്ച ആളുകളും തിരിച്ചറിയാൻ വേണ്ടി തയ്യാറാണ്. ഇത് നാടിന്റെ നന്മയ്ക്ക് വേണ്ടിയാണ് എന്നാണ് ഭൂരിപക്ഷം ആളുകളും തിരിച്ചറിയുന്നത്. ചില ആളുകൾക്ക് സങ്കുചിതമായിട്ടുള്ള താല്പര്യമുണ്ടാവും. അവർ ഒരുപക്ഷെ ഇതിനെ കുറ്റം പറഞ്ഞേക്കാം. അതാണ് കാസർഗോഡ് മുതൽ പിന്നിട്ട 12 ജില്ലകളിലും ഇന്നലെ 13ാമത്തെ ജില്ലയായിട്ടുള്ള കൊല്ലത്ത് നാം കാണുന്നത്. നവകേരള സദസ്സിന്റെ ഭാഗമായി കൊണ്ട് നടന്ന പ്രഭാത യോഗങ്ങളിൽ പങ്കെടുത്ത ആളുകൾ നമ്മുടെ സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകളാണ് പങ്കെടുത്തത്. അവരെല്ലാം നമ്മുടെ കേരളം ഇനി എങ്ങനെ മുന്നോട്ട് പോകണം എന്നതിനെ സംബന്ധിച്ചുള്ള നിർദ്ദേശങ്ങൾ വയ്ക്കുകയുണ്ട്. ആ നിർദ്ദേശങ്ങളോടൊക്കെ തന്നെ ക്രിയാത്മകമായി പ്രതികരിച്ചുകൊണ്ടാണ് നമ്മുടെ മുഖ്യമന്ത്രി ആ പ്രഭാത യോഗങ്ങൾ അവസാനിപ്പിച്ചത്. വലിയ പ്രതീക്ഷയാണ്. നമ്മുടെ കേരളം ഇനിയും മുന്നേറും എന്നുള്ള പ്രതീക്ഷയാണ് ആ യോഗങ്ങളെല്ലാം കാണാൻ വേണ്ടി കഴിഞ്ഞത്. നമ്മുടെ കേരളം നേടിയ നേട്ടങ്ങളെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ പുതിയ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള വ്യത്യസ്ത മേഖലയിൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനമാണ്. ഏതെങ്കിലും ഒരു രംഗത്ത് മാത്രമല്ല, സകല മേഖലയും നമ്മുടെ കേരളത്തിന് മുന്നേറണം. ആ മുന്നേറ്റം ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ ഉണ്ടാക്കാൻ കഴിയുന്നതല്ല എന്നും നല്ല തിരിച്ചറിവുണ്ട്. അതുകൊണ്ടാണ് ഒരു നവകേരളം സൃഷ്ടിക്കേണ്ടത് ഇന്നോ നാളെയല്ല. ആ നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള കാഴ്ചപ്പാടുണ്ടാക്കേണ്ടത് ഒരു 25 വർഷങ്ങൾ കഴിയുമ്പോൾ നമ്മുടെ കേരളം എങ്ങനെയായി മാറണം. അതായത് നാളത്തെ മാറ്റം മാത്രമല്ല, ലോകം മാറുന്നതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ സമൂഹം മാറുന്നതനുസരിച്ചുകൊണ്ട് നമ്മുടെ കേരളവും മാറണം.
അതുകൊണ്ടാണ് ഒരു നവകേരളം കെട്ടിപ്പടുക്കണം എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങൾക്ക് മുമ്പിൽ ഈ ആശയം അവതരിപ്പിച്ചത്. തീർച്ചയായിട്ടും കേവലം ആശയം അവതരിപ്പിക്കുക മാത്രമല്ല, എങ്ങനെയാണ് സമൂഹത്തിന് അധികാരം ഉപയോഗിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുക എന്ന് തെളിയിച്ചുകൊണ്ടാണ് നമ്മൾ 7.5 വർഷക്കാലം പിന്നിടുന്നത്. നമുക്കറിയാം, കേരളത്തിന്റെ സാമൂഹിക ചരിത്രം എടുത്ത് പരിശോധിക്കുമ്പോൾ നമുക്കെല്ലാം മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യമുണ്ട്. എക്കാലത്തെല്ലാം ഇടതുപക്ഷ ഗവൺമെന്റിൽ കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റുകൾ അധികാരത്തിൽ വന്നിട്ടുണ്ടോ ആ കാലഘട്ടത്തിലെല്ലാം തന്നെ സമൂഹം നേരിടുന്ന പ്രതിസന്ധികൾക്ക്, പ്രയാസങ്ങൾ പരിഹാരം കാണാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത്. അതുകൊണ്ടാണ് ഇന്ത്യൻ ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ വിളിച്ച മുദ്രാവാക്യം നടപ്പിലാക്കാൻ 1957 അധികാരത്തിൽ വന്ന EMSന്റെ ഗവൺമെന്റ് തയ്യാറായത്. ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കാൻ വേണ്ടി നടത്തിയ ഉജ്ജ്വലമായ പോരാട്ടമുണ്ടല്ലോ, ആ പോരാട്ടത്തിൽ കേവലം ബ്രിട്ടീഷുകാരെ ഇന്ത്യയിൽ നിന്ന് കെട്ടുകെട്ടിക്കുക എന്നുള്ള കേവല കടമ മാത്രമായിരുന്നില്ല. ഇന്ത്യക്കാർ ഇന്ത്യ ഭരിക്കുമ്പോൾ ഇന്ത്യയിലെ ജനതയുടെ പ്രയാസങ്ങൾക്ക്, ദുരിതങ്ങൾക്ക്, ആവശ്യങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയണം. എന്നാൽ അധികാരം കിട്ടിക്കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് വേണ്ടത്ര അക്കാര്യത്തിൽ ശ്രദ്ധിച്ചില്ല. അതുകൊണ്ടാണ് കൃഷിഭൂമി കൃഷിക്കാരന് കിട്ടണം, ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം, ഇന്ത്യ എന്ന് കെട്ടുകെട്ടണം എന്ന് പറഞ്ഞ അതേ നാക്കുകൊണ്ട് അതേ അവസരത്തെ പറഞ്ഞു ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം വരുന്ന ആളുകളും ഭൂമിയുടെ ഉടമകളായി മാറണം. അങ്ങനെ ഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ വേണ്ടി ഉള്ള ശ്രമമല്ല ഉണ്ടായത്. എന്നാൽ ആദ്യമായി കമ്മ്യൂണിസ്റ്റുകാർ ബാലറ്റ് പേപ്പറിന്റെ അധികാരത്തിൽ വന്ന കേരളത്തിൽ ആ കൃഷിഭൂമിയുടെ ഉടമകളാക്കി മാറ്റാൻ വേണ്ടിയുള്ള കാർഷിക പരിഷ്കാര നിയമമാണ് കൊണ്ടുവന്നത്. അതുപോലെ തന്നെയാണ് പാവപ്പെട്ട ആളുകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ആത്മാഭിമാനത്തോടും അന്തസ്സോടും കൂടി തലയുയർത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട കാരണം ആ പാവപ്പെട്ടവന് എന്റേതെന്ന് പറയാൻ, ഞങ്ങളുടെ എന്ന് പറയാൻ ഒരിഞ്ച് ഭൂമിക്കലും അവകാശികളായി മാറി എന്നുള്ളതാണ്. നമുക്കറിയാം, ജന്മികളുടെയും മാടമ്പിമാരുടെയൊക്കെ തന്നെ പുറംപോക്കിൽ കഴിയാൻ വിധിക്കപ്പെട്ട ആളുകൾ, എപ്പോൾ വേണമെങ്കിലും കുടിയൊഴിപ്പിക്കാൻ സാധ്യതയുണ്ടായിരുന്ന ജനത, എപ്പോൾ വേണമെങ്കിലും അവരെ നട്ടുനനച്ചുണ്ടാക്കിയ ഉൽപ്പന്നങ്ങളെല്ലാം വെട്ടി നശിപ്പിക്കാൻ ജന്മിയുടെ ഗുണ്ടകൾക്ക് അവകാശമുണ്ടായിരുന്ന കാലം. അതെല്ലാം അവസാനിപ്പിക്കാൻ വേണ്ടി 1957 EMSന്റെ ഗവൺമെന്റ് കഴിഞ്ഞു എന്നുള്ളതാണ്. ഒരു മനുഷ്യനെ പോലും, പാവപ്പെട്ട ഒരുത്തനെ പോലും ഇനി കുടിയിറക്കാൻ പാടില്ല എന്നുള്ള ഉത്തരവ് കൊടുക്കുകയാണ് ആ ഗവൺമെന്റ് ചെയ്തത്. അതുപോലെ തന്നെയാണ് പാവപ്പെട്ടവന്റെ മക്കൾക്കെല്ലാം പഠിക്കാനുള്ള അവസരം ഉണ്ടാകണം. ഇന്ന് നാം ഉന്നത വിദ്യാഭ്യാസത്തെക്കുറിച്ചും വിദ്യാഭ്യാസ മേഖലയിലെ മാറ്റത്തെക്കുറിച്ചും പറയുന്നു. ഒരു കാലത്ത് നമ്മുടെ സമൂഹത്തിലെ മഹാഭൂരിപക്ഷത്തിനും അക്ഷരം മറവും ലഭിച്ചില്ല. ആ മഹാഭൂരിപക്ഷത്തിനെയും അക്ഷരത്തിലേക്കും അറിവിലേക്കും കൊണ്ടുവരണമെന്നുള്ള കൃത്യമായ കാഴ്ചപ്പാടോടുകൂടിയാണ് 1957 ഗവൺമെന്റ് വിദ്യാഭ്യാസ പരിഷ്കാര നിയമം കൊണ്ടുവന്നത്. എല്ലാ പാവപ്പെട്ടവന്റെ മക്കൾക്ക് പഠിക്കാനുള്ള അവസരം ഉണ്ടായത് അങ്ങനെയാണ്. അവിടെ നിങ്ങോട്ട് മാറി മാറി വന്ന ഇടതുപക്ഷ ഗവൺമെന്റുകൾ ഈ കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തിലുണ്ടാക്കിയ മാറ്റത്തെക്കുറിച്ച് പറയണമെങ്കിൽ കുറെ അധികം സമയമെടുക്കും. ഞാനതുകൊണ്ട് അതേ കിടക്കുന്നില്ല. 2016 അധികാരത്തിൽ വന്ന ഗവൺമെന്റ്, സഖാവ് പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ്, ആ ഗവൺമെന്റ് ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് 2 മന്ത്രിമാർ ഇവിടെ വിശദീകരിച്ചത്. 2016 എന്ന് പറയുന്നത് 2011 മുതൽ 16 വരെ ഭരിച്ച UDFന്റെ ദുരന്ത കാലഘട്ടം നമ്മുടെ മനസ്സിൽ ഓർമ്മയുണ്ടാവും. ആ ദുരന്തങ്ങളിൽ നിന്ന് ജനങ്ങളെ സംരക്ഷിക്കാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 2016 ജനങ്ങളിൽ നിന്നും വോട്ട് വാങ്ങി അധികാരത്തിലെത്തിയത്. അങ്ങനെ അധികാരത്തിലെത്തിക്കഴിഞ്ഞപ്പോൾ ആ അധികാരത്തിലെത്താൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളെല്ലാം വിസ്മരിക്കുകയല്ല ഗവൺമെന്റ് ചെയ്തത്. ആ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തതിനെ കുറിച്ചാണ് ഇവിടെ മന്ത്രിമാർ പറഞ്ഞത്. പ്രകടനപത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ, വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ, അത് നടപ്പിലാക്കുന്നതിൽ പ്രതിബദ്ധതയും ഉത്തരവാദിത്വമാണ് ആ ഗവൺമെന്റ് കാണിച്ചത്. നമുക്കറിയാം, തെരഞ്ഞെടുപ്പിൽ നൽകുന്ന വാഗ്ദാനങ്ങൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ വിസ്മരിക്കുകയാണ് ചെയ്യുക. അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ആളുകളോട് പറയും അതെല്ലാം അവർക്ക് ഓർമ്മയുണ്ടാകുക അന്ന് പറഞ്ഞ കാര്യങ്ങൾ എന്നല്ല ഇടതുപക്ഷ മുന്നണി പറഞ്ഞത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറഞ്ഞ കാര്യങ്ങൾ ഓരോ വർഷവും ചെയ്തതിനെ സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള പ്രോഗ്രസ് റിപ്പോർട്ട് ജനങ്ങൾക്ക് നൽകുകയുണ്ടായി. ഞങ്ങൾ അധികാരത്തിൽ വരാൻ പറഞ്ഞ കാര്യങ്ങൾ ഇന്നതാണ്. ആരും ബേജാറാണ്, എല്ലാം ഇങ്ങോട്ട് തന്നെ വരിക. നമ്മുടെ മുഖ്യമന്ത്രിയും മന്ത്രിസഭാംഗങ്ങളും എല്ലാവരും ഇങ്ങോട്ടാണ് വരിക. അല്ല, ആംബുലൻസാ വെക്കാൻ സ്ഥലം വെച്ചില്ല അവിടെ.
എന്തെങ്കിലുമൊക്കെ സൗണ്ട് കേൾക്കും, അവിടേക്ക് കൂടുതൽ ശ്രദ്ധിക്കാതിരിക്കുക. ഇന്നലെ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞല്ലോ, ഒരാൾ വന്ന് പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് 2016 പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നോരോന്നായി നടപ്പിലാക്കിയാണ് 2021 ഈ ഗവൺമെന്റിന്റെ ഭരണകാലാവധി പൂർത്തീകരിച്ചത്. അങ്ങനെ ആ ഭരണകാലാവധി പൂർത്തീകരിച്ചപ്പോൾ ജനങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കി പറഞ്ഞ കാര്യം എന്താണ്, ചെയ്ത കാര്യം എന്താണ്. 5 വർഷക്കാലം ഭരിച്ച ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം നടപ്പിലാക്കിയില്ല എന്ന് പറഞ്ഞ് ഒരു ദിവസം പോലും UDF-നോ അല്ലെങ്കിൽ BJP-ക്കോ സമരം ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കഴിയാതെ പോയത്? പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുകയാണ് ചെയ്തത്. അതാണ് ഇവിടെ മന്ത്രിമാർ പറഞ്ഞത്. പാവപ്പെട്ട വിവിധ ക്ഷേമ പെൻഷൻ മേടിക്കുന്ന ജനതയോട് പറഞ്ഞു, ഞങ്ങൾ അധികാരത്തിൽ വരികയാണെങ്കിൽ ഈ പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കുന്ന പെൻഷൻ വർദ്ധിപ്പിച്ചു കൊടുക്കും, അവരുടെ പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുക്കും, അവരെ കൈകളിൽ തന്നെ ആ പെൻഷൻ എത്തിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ അധികാരത്തിൽ വന്ന ആ ഗവൺമെന്റ് ആ വാഗ്ദാനം പാലിക്കാതിരിക്കുകയല്ല ചെയ്തത്. ആ വാഗ്ദാനം പാലിക്കാൻ വേണ്ടിയുള്ള ഇടപെടലാണ് നടത്തിയത്. നമ്മുടെ ധനകാര്യമന്ത്രി, ബഹുമാനായ ധനകാര്യമന്ത്രി ഇപ്പോൾ ഈ വേദിയിൽ സന്നിധനാണ്. ഇന്നലെ 900 കോടി രൂപയാണ് നമ്മുടെ പാവപ്പെട്ടവർക്ക് ക്രിസ്തുമസിന് മുമ്പേ പെൻഷൻ കൊടുക്കാൻ വേണ്ടി അദ്ദേഹം ഒപ്പുവെച്ചത്. ഈ ഗവൺമെന്റ് അല്ലെങ്കിൽ കഴിഞ്ഞ ഗവൺമെന്റ് ഈ പാവപ്പെട്ടവരോട് എടുത്ത സമീപനം എന്താണ്? ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് വന്നാൽ കുടിശ്ശിക തീർക്കുമെന്ന് പറഞ്ഞു. കുടിശ്ശിക ചെറുതല്ലായിരുന്നു. ഏകദേശം 18 മാസക്കാലത്തിലധികം പാവപ്പെട്ടവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ 600 രൂപ കൊടുക്കാതിരിക്കുകയാണ് ചെയ്തത്. ഇടതുപക്ഷ മുന്നണി വന്നപ്പോൾ ആ കുടിശ്ശിക മുഴുവൻ തീർത്തു കൊടുത്തു. 1000 രൂപയായി കർഷക തൊഴിലാളികളുടെ പെൻഷൻ അല്ലെങ്കിൽ മറ്റ് പെൻഷൻ വർദ്ധിപ്പിക്കുമെന്നാണ് പറഞ്ഞത്. ആ സ്ഥാനത്ത് ആ ഗവൺമെന്റ് 1000-ന് പകരം 1600 രൂപയായി ആ പെൻഷൻ വർദ്ധിപ്പിച്ചു. വർദ്ധിച്ചപ്പോൾ വന്ന അന്തരത്തെ കുറിച്ച് ഇവിടെ നമ്മുടെ മന്ത്രി പറഞ്ഞല്ലോ. അതായത് UDF-ന്റെ 2011 തൊട്ട് 16 വരെ ഭരിച്ചപ്പോൾ കൊടുത്ത സംഖ്യയും അതോടൊപ്പം തന്നെ കൊടുത്ത ആളുകളുടെ എണ്ണം കൃത്യമായിട്ട് പറഞ്ഞില്ല. കൊടുത്ത സംഖ്യയുടെ കാര്യം പറഞ്ഞു. 2011 തൊട്ട് 16 വരെ നമ്മുടെ കേരളത്തിലെ വിവിധ പെൻഷൻ കൊടുത്തത് 32 ലക്ഷത്തോളം ആളുകൾക്കാണ്. ആ 32 ലക്ഷത്തോളം ആളുകൾക്ക് വേണ്ടിയാണ് 9011 കോടി രൂപ 5 വർഷക്കാലം കൊണ്ട് UDF കൊടുത്തത്. എന്നാൽ പിന്നീട് വന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ആ പെൻഷൻ കുടിശ്ശിക തീർത്തു കൊടുക്കുകയും 1000 1600 ആക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ വന്നപ്പോൾ ആ ഗവൺമെന്റ് കാലഘട്ടത്തിൽ എത്ര കോടി രൂപയാണ് ഈ പാവപ്പെട്ടവർക്ക് പെൻഷനായി കൊടുത്തത്? ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ 5 വർഷക്കാലം കൊണ്ട് 35,154 കോടി രൂപയാണ് കൊടുത്തത്. അതായത് 9011 കോടി രൂപ UDF കൊടുത്ത സ്ഥാനത്താണ് ഇടതുപക്ഷ ഗവൺമെന്റിന്റെ 2016-21 5 വർഷക്കാലം കൊണ്ട് 35,154 കോടി രൂപ കൊടുത്തത്. പിന്നീട് ഗവൺമെന്റ് വന്നല്ലോ, പിണറായി നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് വന്നല്ലോ. ആ ഗവൺമെന്റ് 2.5 വർഷക്കാലം കൊണ്ട് കൊടുത്തു തീർത്തത് 23,350 കോടി രൂപയാണ്. അങ്ങനെ രണ്ടും കൂടി കഴിഞ്ഞാൽ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് 7.5 വർഷക്കാലം കൊണ്ട് കൊടുത്തത് 58,504 കോടി രൂപയാണ്. ഈ പെൻഷൻ കിട്ടാത്ത പാവപ്പെട്ട ആളുകളെ കബളിപ്പിക്കാൻ വേണ്ടി UDF-ന്റെ നേതാക്കളെല്ലാം ഇപ്പോൾ ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ടല്ലോ. UDF-കാർ പറയണം, UDF നേതാക്കൾ പറയണം, ഞങ്ങൾ കൊടുത്തത് 9011 കോടി രൂപയല്ല, നിങ്ങൾ 58,504 കോടി കൊടുത്തിട്ടില്ല എന്ന് അവർ പറയട്ടെ. ഇപ്പോഴത്തെ 900 കോടി കൂടുമ്പോൾ അത് 59,404 കോടി രൂപയായിട്ട് വർദ്ധിക്കുകയാണ്. അപ്പൊ വ്യത്യാസം നല്ലപോലെ ജനങ്ങൾ മനസ്സിലാക്കുകയാണ്. ആരാണ് കൊടുക്കുന്നത്, ആരാണ് കൊടുക്കാതിരുന്നത്? അത് കൊടുക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു അവരുടെ നയം. അതുകൊണ്ടാണ് 1980 പാവപ്പെട്ട മണ്ണിൽ പണിയെടുക്കുന്ന കർഷക തൊഴിലാളികൾക്ക് പെൻഷൻ കൊടുക്കാനുള്ള നിയമം കൊണ്ടുവരാൻ തയ്യാറായപ്പോൾ അതിനെ എതിർക്കാൻ വേണ്ടി അവർ തയ്യാറായത്. കർഷക തൊഴിലാളികൾക്കൊന്നും പെൻഷൻ കൊടുക്കരുത്. അന്ന് സഖാവ് നായനാരാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രി. അദ്ദേഹം അസംബ്ലിയിൽ പറഞ്ഞു, ഈ പാവപ്പെട്ട കർഷക തൊഴിലാളികൾ അന്യന്റെ പാടത്തും പറമ്പിലും പണിയെടുത്ത് തളർന്നത്, അവന്റെ എല്ലും തോലുമായി മാറിയത്, തൊലി കറുത്തുപോയത് അവരുടെ ഒരു ചാൻ വയറ് കഴിയാൻ വേണ്ടി മാത്രമല്ല,
ഈ സമൂഹത്തിലെ മുഴുവൻ ആളുകളെയും തീറ്റിപ്പോറ്റാൻ വേണ്ടി, ഈ സമൂഹത്തിൽ സമ്പത്ത് ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയാണ് ആ പാവപ്പെട്ടവർ അവശരായത്. അങ്ങനെ സമൂഹത്തിന് വേണ്ടി അവശരായി അവരെ സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മൾ ഏറ്റെടുക്കണം. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ടാണ് അന്ന് 45 രൂപ വെച്ചിട്ട് ഈ പാവപ്പെട്ട ആളുകൾക്ക് പെൻഷൻ കൊടുത്തത്. അത് കൊടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞവരാണ്. എന്റെ ചരിത്രമൊന്നും പറയുന്നില്ല. ആ പെൻഷനാണ് അന്ന് കൊടുത്ത 45, പിന്നീട് എങ്ങനെയൊക്കെയാണ് വർദ്ധിച്ചു വന്നതെന്ന് പറയാൻ കുറെ സമയം പിടിക്കും. അപ്പൊ അത് 1600 അവിടെയും നിർത്താൻ പോകുന്നില്ല. വലിയ രീതിയിലുള്ള സാമ്പത്തിക പ്രയാസമാണ് നമ്മൾ അനുഭവിക്കുന്നത്. നമ്മുടെ ധനകാര്യമന്ത്രി വേദിയിലിരിക്കുന്നുണ്ട്. കഴിഞ്ഞ 7.5 വർഷക്കാലം നമുക്ക് കിട്ടേണ്ടതായിട്ടുള്ള വിഹിതം കിട്ടുമായിരുന്നെങ്കിൽ ഈ പാവപ്പെട്ടവർ മേടിക്കുന്ന പെൻഷൻ എല്ലാം നമുക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കാൻ കഴിയുമായിരുന്നു. സാമ്പത്തികമായിട്ട് എങ്ങനെ ഞെരുക്കണം എന്നുള്ള ഒരു നയമാണ് കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. ഈ പാവപ്പെട്ട ആളുകളുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചമുണ്ടാക്കാൻ വേണ്ടിയാണ് അവർക്കെല്ലാവർക്കും വാസിയുള്ള പാർപ്പിടം കൊടുക്കണമെന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് എല്ലാ പാർപ്പിട പദ്ധതിയും ഏകോപിപ്പിച്ചുകൊണ്ട് ലൈഫ് മിഷൻ എന്ന പദ്ധതി നടപ്പിലാക്കിയത്. ആ ലൈഫ് മിഷനിലൂടെ കഴിഞ്ഞ കാലത്തിൽ കൊടുത്തത് 3,68,000 പേർക്കാണ് വീട് കൊടുത്തത്. നല്ല വീടുകളിൽ അവർ താമസിക്കുക. അവശേഷിക്കുന്ന ആളുകൾക്കും പാർപ്പിടം കൊടുക്കാനുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. ഏകദേശം ഇപ്പോൾ 1,00,000-ലധികം ആളുകൾ ഇപ്പോൾ ആ എഗ്രിമെന്റിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇത് 4-5 ലക്ഷം പേർക്ക് കൂടി നമ്മുടെ കേരളത്തിൽ പാർപ്പിടം കൊടുക്കാൻ കഴിയുന്ന സ്ഥിതിയാണ്. ആ പാർപ്പിടം കൊടുക്കാനുള്ള സാമ്പത്തിക ശേഷി കേന്ദ്ര ഗവൺമെന്റ് നൽകുന്നുണ്ടോ? അവർ നാമമാത്രമായ പൈസ തരികയും അതിന്റെ ഭാഗമായിക്കൊണ്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫോട്ടോ ഓരോ വീടിന്റെയും മുൻപിൽ പതിക്കണം എന്നുള്ള നിർദ്ദേശമാണ് തന്നിരിക്കുന്നത്. ഗ്രാമീണ മേഖലയിൽ 72,000 രൂപയാണ് കേന്ദ്ര ഗവൺമെന്റ് തരുന്നത്. അത് നാമമാത്രമായ ആളുകൾക്ക് കൊടുക്കാനേ കഴിയുള്ളൂ. എന്നാൽ കേരളത്തിൽ 4 ലക്ഷം രൂപ വെച്ചിട്ടാണ് പാവപ്പെട്ട ആളുകൾക്ക് വീട് നിർമ്മിക്കാൻ കൊടുക്കുന്നത്. ട്രൈബൽ ഏരിയയിൽ 6 ലക്ഷം രൂപയാണ് കൊടുക്കുന്നത്. അവിടെ നാമമാത്രമായി പൈസ തരുന്ന പ്രധാനമന്ത്രിയുടെ അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ വിഹിതത്തിന് പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചിരിക്കണം, അവിടെ പൂജിക്കണം. അത് ആത്മാഭിമാനമുള്ള ആളുകൾക്ക് യോജിച്ചതല്ല. 4 ലക്ഷം കൊടുക്കുമ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഫോട്ടോ വീടിന്റെ മുമ്പിൽ വെക്കണമെന്ന് ആരോടും പറഞ്ഞില്ല. ഓരോ മനുഷ്യനും ആത്മാഭിമാനത്തോടും അന്തസ്സോടും ജീവിക്കണമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കാണുന്ന കാഴ്ചപ്പാട്. ആരെയും ആശ്രിതരായിട്ട് നമ്മൾ ജീവിക്കാൻ വേണ്ടിയല്ല, നമുക്ക് ആത്മാഭിമാനത്തോടു കൂടി ജീവിക്കണം. അതാണ് മലയാളിയുടെ പ്രത്യേകത. ആ ആത്മാഭിമാനത്തെ തകർക്കണം. അതിനുവേണ്ടിയുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. നമ്മുടെ നാടിന്റെ വികസന രംഗത്ത് ഒമ്പിച്ച മാറ്റമുണ്ടാക്കിയല്ലോ. ഒരു കാലത്തും നടപ്പിലാക്കാൻ കഴിയില്ല എന്ന് പ്രതീക്ഷിച്ചിരുന്ന നിരവധി വികസന പ്രവർത്തനങ്ങളാണ് ഈ 7.5 വർഷക്കാലം കൊണ്ട് നമ്മുടെ കേരളത്തിൽ നടപ്പിലാക്കിയെന്ന് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയും. ആ വികസന പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തികമായിട്ട് സഹായിക്കുന്നതിന് പകരം കേന്ദ്ര ഗവൺമെന്റ് ചെയ്തുകൊണ്ടിരുന്നത് എന്താണ്? അല്ലെങ്കിൽ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്? നാം ഓരോ പ്രതിസന്ധിയെ നേരിട്ട സന്ദർഭത്തിൽ നമ്മളോട് കാണിച്ച അനീതി എന്തൊക്കെയാണ്? അതെല്ലാം നമ്മുടെ ബഹുമാന മുഖ്യമന്ത്രി നിങ്ങളോട് പറയുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങൾ ഇവിടെ സൂചിപ്പിക്കുന്നില്ല. നമ്മുടെ കേരളം വികസന രംഗത്ത് സാമൂഹ്യക്ഷേമ മേഖലയിൽ എല്ലാം തന്നെ മുന്നോട്ട് പോകുമ്പോൾ അതിന് സഹായകരമായിട്ടുള്ള നിലപാടല്ല കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ചത്. കേന്ദ്ര ഗവൺമെന്റ് എങ്ങനെ സാമ്പത്തികമായി ഞെരുക്കി നമ്മുടെ കേരളത്തിന്റെ വികസനത്തെയും ക്ഷേമ പ്രവർത്തനങ്ങളെയും തടസ്സപ്പെടുത്താൻ കഴിയുമെന്നാണ് പരീക്ഷിച്ചത്. അതുകൊണ്ടാണ് 7.5 വർഷക്കാലം കൊണ്ട് ഏകദേശം നമ്മുടെ കേരളത്തിന് കിട്ടേണ്ടതായിട്ടുള്ള 1,07,500 കോടി രൂപ തരാതിരിക്കുന്ന നിലപാട് സ്വീകരിച്ചത്. ഈ കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനുള്ളിൽ നമുക്ക് ലഭിക്കേണ്ടിയിരുന്ന 57,400 കോടി രൂപയും നമുക്ക് തന്നില്ല. അത് പല രീതിയിലാണ്. കടമെടുത്ത് വികസന പ്രവർത്തനം നടത്താൻ വേണ്ടി നമ്മൾ തീരുമാനിച്ചു. സാമ്പത്തിക ഞെരുക്കം വന്നു കഴിഞ്ഞപ്പോൾ അതിനാണ് കിഫ്ബിയിലൂടെ കൂടുതൽ തുക കണ്ടെത്താൻ വേണ്ടി ശ്രമിച്ചത്. ആ കിഫ്ബിയിലൂടെ തുക കണ്ടെത്തി നമ്മുടെ നാടിന്റെ വികസന പ്രവർത്തനം നടത്തുകയാണ്. ഇവിടെ പറഞ്ഞ നാഷണൽ ഹൈവേയുടെ വികസനം 5,583 കോടി രൂപ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിന്റെ വിഹിതമായി 25% അഡ്വാൻസായി കെട്ടിവെച്ചുകൊണ്ടാണ് നാഷണൽ ഹൈവേയുടെ പ്രവർത്തനം ആരംഭിച്ചത്. അതുപോലെയാണ് തീരദേശ ഹൈവേയുടെ പ്രവർത്തനം ആരംഭിക്കാൻ പോകുന്നത്. അതുപോലെ തന്നെയാണ് മലയോര ഹൈവേയുടെ പ്രവർത്തനം പൂർത്തീകരിച്ചത്. അതുപോലെ തന്നെയാണ് ജലപാതയുടെ പ്രവർത്തനം കൂടുതൽ പുരോഗമിക്കും. 2025-26 ആകുമ്പോഴേക്കും ജലപാതയുടെ നിർമ്മാണം പൂർത്തീകരിക്കും. അപ്പൊ നമ്മുടെ നാടിന്റെ ആവശ്യങ്ങൾ എന്താണോ, യാത്രാ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കേണ്ടതാണ്.
ഒരു കണക്ക് പരിശോധിച്ചപ്പോൾ നമ്മുടെ കേരളത്തിൽ 1,69,00,000 വാഹനങ്ങളായി കഴിഞ്ഞു എന്നാണ് നമ്മുടെ ഗതാഗത മന്ത്രി പറഞ്ഞത്. 1,69,00,000 3.5 കോടി മലയാളിക്ക് 1,69,00,000 വാഹനങ്ങളായി കഴിഞ്ഞു. അപ്പോൾ നമ്മുടെ ഈ നിലവിലുള്ള റോഡ് പോരാ, ആ റോഡുകൾ വികസിക്കണം. അതൊരു റോഡ് പോരാ. അതുകൊണ്ടാണ് മലയോര റോഡ്, അതുകൊണ്ടാണ് ദേശീയപാത, അതുകൊണ്ടാണ് തീരദേശ പാത, അതുകൊണ്ടാണ് ജലപാത. ആ രീതിയിലെല്ലാം തന്നെ നമ്മൾ വികസിപ്പിക്കുക. അപ്പോൾ നാടിന്റെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യാം. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളം വ്യവസായ രംഗത്ത് വളരെ പുറകിലാണ് എന്ന് എപ്പോഴും പരിതപിക്കാറുണ്ട്. ആ വ്യവസായ രംഗത്ത് വമ്പിച്ച മുന്നേറ്റം ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന് ഈ ഗവൺമെന്റ് തെളിയിച്ചല്ലോ. നമ്മൾ 2022-23 വർഷം സംരംഭ വർഷമായി ആചരിക്കാൻ വേണ്ടിയാണ് വ്യവസായ വകുപ്പ് തീരുമാനിച്ചത്. 1,00,000 സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയാണ് തീരുമാനമെടുത്തെങ്കിൽ ഒരു വർഷക്കാലം കൊണ്ട് 1,32,000-ലധികം സംരംഭങ്ങൾ ആരംഭിച്ചുകൊണ്ട് നമ്മുടെ കേരളം വ്യവസായ രംഗത്ത് വലിയ മാതൃകയാണ് കാണിച്ചത്. നമ്മുടെ ബഹുമാനായ മുഖ്യമന്ത്രിയും അതുപോലെ മറ്റ് മന്ത്രിസഭാംഗങ്ങളുമെല്ലാം തന്നെ ഈ വേദിയിലേക്ക് കടന്നു വരികയാണ്. വേണ്ട, ഞാൻ പ്രിയമുള്ളവരെ, നമ്മളെല്ലാം ആകാംക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി ഈ വേദിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഞാനൊരു ദീർഘമായ പ്രസംഗം ഇനി നടത്താൻ വേണ്ടി ഉദ്ദേശിക്കുന്നത്, ഞാൻ പറഞ്ഞു വന്ന പോയിന്റ് അവസാനിപ്പിക്കുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ കേരളത്തിൽ വ്യവസായ സൗഹൃദ അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളത്. ആ വ്യവസായ സൗഹൃദ അന്തരീക്ഷം നല്ലപോലെ നമുക്കുണ്ടാക്കാൻ കഴിഞ്ഞു. പുതിയ സംരംഭങ്ങൾ നമ്മുടെ കേരളത്തിലേക്ക് വരികയാണ്. അത് വിദേശത്തു നിന്നും സ്വദേശത്തു നിന്നുമുള്ള ആളുകളെല്ലാം സഹകരിച്ചുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ ഒട്ടേറെ വ്യവസായ സംരംഭങ്ങൾ ആരംഭിക്കുന്നത്. ആയിരക്കണക്കിന് 10,000-കണക്കിന് ആളുകൾക്ക് അതുവഴി തൊഴിൽ സാഹചര്യം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സർക്കാർ മേഖലയിലേക്കുള്ള റിക്രൂട്ട്മെന്റ് അത് കൃത്യമായി നിർവഹിച്ചു പോകുന്ന ഒരു ഗവൺമെന്റാണ് ഈ കേരളത്തിലെ ഗവൺമെന്റ് എന്ന് അടുത്ത കാലത്ത് എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങൾ ഒഴിവുകൾ നികത്താൻ വേണ്ടിയുള്ള നടപടി സ്വീകരിക്കുന്നില്ല. കേന്ദ്ര ഗവൺമെന്റിൽ വിവിധ ഡിപ്പാർട്ട്മെന്റിൽ വന്ന ഒഴിവുകൾ നികത്താൻ വേണ്ടി തയ്യാറാകുന്നില്ല.
കേന്ദ്ര ഗവൺമെന്റ് പാർലമെന്റിൽ കൊടുത്ത കണക്കനുസരിച്ചുകൊണ്ട് 10 ലക്ഷത്തിലധികം ആളുകൾക്ക് വിവിധ മേഖലയിൽ തൊഴിൽ കൊടുക്കേണ്ടതാണ്, കൊടുക്കുന്നില്ല, അതൊഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പൊ നിയമനം നടത്തുക എന്നുള്ളത് നമ്മുടെ ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റ് നയമല്ല. എന്നാൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് നയം വ്യത്യസ്തമാണ്. ആ വ്യത്യസ്ത നയം സ്വീകരിച്ചുകൊണ്ടാണ് കഴിഞ്ഞ 7 വർഷക്കാലം കൊണ്ട് PSCയിലൂടെ മാത്രം 2,21,000-ൽ പരം ആളുകൾക്ക്, യുവതി യുവാക്കൾക്ക് തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞ സംസ്ഥാനമായിട്ട് നമ്മുടെ കേരളം മാറിയത്. അതായത് ഓരോ വർഷവും 30,000 പേരെ വെച്ച് PSC വഴി നിയമിക്കുകയാണ്. അങ്ങനെ 30,000 പേരെ വെച്ച് PSC നിയമിക്കുമ്പോൾ തന്നെ എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്ര ഗവൺമെന്റും അവിടെയുള്ള പോസ്റ്റുകളെല്ലാം ഇല്ലാതാക്കുകയാണ്, നിയമനങ്ങൾ നടത്താതിരിക്കുകയാണ്. ആ സ്ഥാനത്താണ് നമ്മുടെ കേരളം ഈ പിന്നിട്ട 7 വർഷക്കാലം കൊണ്ട് പുതുതായി 40,000 പോസ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സ്ഥിതി ഉണ്ടായി. അപ്പൊ പുതുതായി 40,000 പേർക്ക് കൂടി തൊഴിലവസരം ഉണ്ടാക്കാൻ PSC വഴി കഴിയുന്ന സ്ഥിതിയാണ്. വ്യവസായ വകുപ്പിന്റെ പ്രവർത്തനത്തിലൂടെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് തൊഴിൽ കൊടുക്കാനുള്ള സംരംഭം ഉണ്ടാകുന്നു. അതുപോലെ തന്നെയാണ് നോളജ് എക്കണോമി മിഷനിലൂടെ നമ്മുടെ കേരളത്തിലെ പ്രത്യേകിച്ചും നമ്മുടെ കുടുംബശ്രീ എല്ലാം കൂടി പ്രവർത്തിച്ചുകൊണ്ട് 2026 ആകുമ്പോഴേക്കും ഏകദേശം 20 ലക്ഷത്തോളം ആളുകൾക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ സ്റ്റാർട്ടപ്പ് മിഷനിലൂടെ പുതിയ സംരംഭങ്ങൾ ആരംഭിക്കാൻ വേണ്ടിയുള്ള എല്ലാ തരത്തിലുള്ള സഹായം ചെയ്തുകൊണ്ട് 1000-10,000 ആളുകൾ തൊഴിൽ കൊടുക്കാനുള്ള നടപടിയാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ കാർഷിക മേഖലയിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് വരുത്താൻ വേണ്ടി ഗവൺമെന്റ് തയ്യാറായിരിക്കുന്നത്. അതുപോലെ ഈ കാർഷിക മേഖലയിൽ ഈ പ്രഭാത യോഗങ്ങളിലെല്ലാം തന്നെ പുതിയ പുതിയ കൃഷിക്കാർ, ചെറുപ്പക്കാർ കടന്നു വരികയാണ്. ആ കാർഷിക മേഖലയിലേക്ക് കടന്നു വരുന്ന ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കാനും അവർക്ക് കൂടുതൽ ആ മേഖലയിൽ പിടിച്ചു നിൽക്കാനും കഴിയുന്നതിനുള്ള സംവിധാനമാണ് കേരളത്തിലെ ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. പാവപ്പെട്ടവന്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ നാടിന്റെ വികസന പ്രക്രിയ നല്ലപോലെ മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. നമ്മുടെ നാട് നേരിടുന്ന പ്രതിസന്ധികൾ ഓരോന്നും നാം തരണം ചെയ്തുകൊണ്ടാണ് മുന്നേറിയത്. ഇങ്ങനെ വികസന പ്രവർത്തനം, ക്ഷേമ പ്രവർത്തനവും നടത്തുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഘടകം എന്താണ് എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. കേന്ദ്ര ഗവൺമെന്റ് നിലപാട്, സാമ്പത്തികമായിട്ട് നമ്മളെ തകർക്കാൻ വേണ്ടിയുള്ള നിലപാട്, UDFന്റെ ഭാഗത്തു നിന്നും എങ്ങനെ കേരളത്തെ പിടിച്ച് പുറകോട്ട് കൊണ്ടുപോകാൻ കഴിയും എന്നുള്ള സമീപനം, ഒരു ഘട്ടത്തിലും പ്രതിസന്ധിയിൽ വരുന്ന ഘട്ടത്തിലൊന്നും തന്നെ നമ്മുടെ നാടിനെ സംരക്ഷിക്കണമെന്നുള്ള നിലപാടിലേക്കല്ല UDF പോകുന്നത്. ഓരോ സന്ദർഭം കിട്ടുമ്പോൾ എങ്ങനെ പുറകോട്ടടിപ്പിക്കാൻ കഴിയും, കേരളത്തെ എങ്ങനെ തകർക്കാൻ കഴിയും എന്നുള്ള ഒരു പരീക്ഷണമാണ് BJPയുമായി, സംഘപരിവാറുമായി ചേർന്നുകൊണ്ട് ഇവിടുത്തെ UDF ചെയ്യുന്നത്. അതിന്റെ വിശദാംശങ്ങളൊന്നും പറയേണ്ട ആവശ്യമില്ല, എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. അപ്പൊ നമ്മുടെ നാട് നേരിടുന്ന പ്രതിസന്ധികളെങ്കിലും ഒരുമിച്ച് നിൽക്കാൻ തയ്യാറാവേണ്ടത്. ആ പ്രതിസന്ധികളൊന്നും തന്നെ ഒന്നിച്ചു നിൽക്കാൻ തയ്യാറായില്ല എന്നുള്ളത് നമ്മൾ കണ്ടതാണ്, കേരളീയം മനസ്സിലാക്കിയതാണ്. അത് ഓക്കി ദുരന്തം ഉണ്ടായപ്പോൾ നാം കണ്ടതാണ്, നിപ്പ വൈറസിന്റെ ആക്രമണം ഉണ്ടായപ്പോൾ നാം കണ്ടതാണ്. 2018-ലും 2019-ലും 2 ഘട്ടങ്ങളായി മഹാദുരന്തമായി വെള്ളപ്പൊക്കം ഉണ്ടായി. നമുക്കറിയാം, അന്നത്തെ കണക്കെടുപ്പിൽ ഏകദേശം 30,000 കോടിയിൽ പരം രൂപയാണ് നമ്മുടെ കേരളത്തിൽ നഷ്ടമായത്. ആ സന്ദർഭത്തിലും കേരളത്തെ സഹായിക്കാനോ നാടിനോടൊപ്പം നിൽക്കാനോ അല്ല UDF തയ്യാറായത്. അതോടൊപ്പം തന്നെയാണ് ലോകം മുഴുവൻ നേരിട്ട COVID-19. ആ ദുരന്തമുണ്ടായപ്പോഴും കേരളം തകരട്ടെ എന്നുള്ള ആഗ്രഹമായിരുന്നു അവരുടെ മനസ്സിൽ. അതുകൊണ്ടാണ് നമ്മളെ സഹായിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നവരെ തടസ്സപ്പെടുത്താനുള്ള നിലപാടുകൾ സ്വീകരിച്ചത്. അങ്ങനെ എല്ലാ രംഗത്തും നമ്മുടെ കേരളത്തെ പുറകോട്ടടിപ്പിക്കാൻ എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കേരളത്തിലെ UDFും കേന്ദ്രം ഭരിക്കുന്ന സംഘപരിവാറും. അതിനെയെല്ലാം അതിജീവിച്ചുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. അതിജീവിച്ചുകൊണ്ട് നമുക്ക് ഇനിയും മുന്നോട്ട് പോവുക തന്നെ വേണം. കാരണം നമ്മൾ പ്രതിസന്ധിയിൽ പുറകോട്ട് പോവുകയല്ലേ ഇത്. ആ പ്രതിസന്ധി ഘട്ടത്തിലെല്ലാം തന്നെ നമ്മുടെ കേരളത്തെ മുന്നോട്ട് നയിച്ചുകൊണ്ട്, ഈ നാടിനെ മുന്നോട്ട് നയിച്ചുകൊണ്ട് ജനങ്ങളെ പ്രയാസത്തിലേക്ക് തള്ളിവിടുക എന്നുള്ള നയമല്ല സ്വീകരിച്ചത്, ജനങ്ങളെ സഹായിക്കുക എന്നുള്ള നയമാണ് നമ്മുടെ പ്രിയപ്പെട്ട മുഖ്യമന്ത്രി സ്വീകരിച്ചത്. അതിന്ന് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ്. ഈ നവകേരള സദസ്സിനെ ആക്ഷേപിക്കുന്ന ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കി പോകണം. ഇന്ന് കാലത്ത് നമ്മുടെ നവകേരള സദസ്സ് ആരംഭിച്ചത് കൊല്ലം ജില്ലയുടെ ഒരു അറ്റത്തു നിന്നാണ്. അവിടെ ഈ നവകേരള സദസ്സിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടി കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് മന്ത്രിസഭയാണ് കർണാടകയിൽ എങ്ങനെയാണ് നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നത് പഠിക്കാൻ വരികയാണ്.
നേരത്തെ നമ്മൾ അധികാര വികേന്ദ്രീകരണം എങ്ങനെയാണ് നടപ്പിലാക്കിയത് എന്ന് പഠിക്കാൻ വേണ്ടി ഇന്ത്യയിൽ നിന്നും ലോകത്തു നിന്നും എല്ലാം തന്നെ ആളുകൾ വന്ന പോലെ ഇന്ന് നാം നടപ്പിലാക്കിയ ഈ നവകേരള സദസ് അത് എങ്ങനെയാണ് സംഘടിപ്പിക്കുന്നത് പഠിക്കാൻ വേണ്ടി കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് നിന്ന് കർണാടകയിൽ നിന്ന് വരികയാണ്. അപ്പോൾ നാം നവകേരള സദസ് നടത്തിയപ്പോൾ അത് മോശമാണ്, മ്ലേച്ഛമാണ്, അല്ലെങ്കിൽ അത് അശ്ലീലമാണെന്നൊക്കെ പറഞ്ഞ ആളുകൾ അതുകൂടി മനസ്സിലാക്കിക്കൊണ്ട് ഈ നവകേരള സദസ് അത് ജനങ്ങൾക്ക് വേണ്ടിയാണ്, ഈ നാടിന് വേണ്ടിയാണ് എന്ന് തിരിച്ചറിയുക ഇനിയും വൈകിക്കൂടാ എന്നും മാത്രം ഈ സന്ദർഭത്തിൽ സൂചിപ്പിച്ചുകൊണ്ട് ഈ നവകേരള സദസ്സിനെ മഹാസാഗരമാക്കി മാറ്റാൻ വേണ്ടി എത്തിച്ചേരുന്ന ഈ കുണ്ട്രയിൽ എത്തിച്ചേർന്ന മുഴുവൻ ജനാവലിയെയും ഈ ഗവൺമെന്റിന് വേണ്ടി ഞാൻ പ്രത്യേകമായിട്ട് അഭിവാദ്യം ചെയ്യുകയും നിങ്ങളോട് നന്ദി രേഖപ്പെടുത്തുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ ചെറിയ വാക്കിൽ നിർത്തുന്നു. അഭിവാദ്യങ്ങൾ നേർന്നുകൊള്ളുന്നു. പ്രിയമുള്ളവരെ, അടുത്തതായി ഈ ജനകീയ മന്ത്രിസഭയുടെ ഈ ജനകീയ സദസ്സിന് സ്വാഗതം ആശംസിക്കുന്നതിനായി നവകേരള സദസ്സിന്റെ സംഘാടക സമിതി ചെയർപേഴ്സൺ ശ്രീ ജെ മേഴ്സിക്കുട്ടിയമ്മയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, നമ്മളേറെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന നമ്മുടെ ഏറ്റവും പ്രിയങ്കനായ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സൗ പിണറായി വിജയനും നമ്മുടെ മന്ത്രിസഭാംഗങ്ങളാകെയും ഇവിടെ എത്തിച്ചേർന്നിരിക്കുകയാണ്. കഴിഞ്ഞ 50 വർഷക്കാലത്തിനിടയിലെ കേരളത്തിൻ്റെ ചരിത്രം തിരുത്തിക്കുറിച്ച വികസന നേട്ടങ്ങളാണ് 2016 ശേഷം 23 വരെയുള്ള 7 വർഷക്കാലം കേരളം സാക്ഷ്യം വഹിക്കുന്നത്. 16 മുമ്പ് കേരളത്തിൽ വന്ന ഒരാൾ ഈ 23 കേരളത്തിലെത്തുമ്പോൾ ഇത് പഴയ കേരളമാണോ എന്ന് അത്ഭുതത്തോടു കൂടി നോക്കാൻ കഴിയുന്ന തരത്തിലുള്ള മാറ്റമാണ് സമഗ്ര മേഖലയിലും നാം അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ആ മാറ്റത്തിൽ അസൂയാലുക്കളായവർ ഒട്ടേറെ കുതന്ത്രങ്ങളും ഒട്ടേറെ കുപ്രചരണങ്ങളും അഴിച്ചുവിടുമ്പോൾ അതിനെ എങ്ങനെ പ്രതിരോധിക്കും കേരള ജനത എന്നാണ് കേരളത്തിലെ ജനത കാട്ടിക്കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന് ഉജ്ജ്വലമായ നേതൃത്വമാണ് നമ്മുടെ കേരളത്തിന്റെ മുഖ്യമന്ത്രി നൽകിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഈ സൂര്യനെ കാണുമ്പോൾ അല്ലെ ചന്ദ്രനെ കാണുമ്പോൾ ഓരിയിടുന്നത് ആ ഓരി മാത്രമായി അവസാനിക്കുമെന്ന ഇന്ന് മീഡിയ വഴി അതല്ലെങ്കിൽ പ്രതിപക്ഷവും BJPയും സംയുക്തമായി ചേർന്നുകൊണ്ട് എത്രയെല്ലാം കുപ്രചരണം അഴിച്ചുവിട്ടാലും അതിനെ അതിശക്തമായി മുറിച്ചു കടന്നുകൊണ്ട് കേരളത്തിലെ ജനതയെ മുന്നോട്ട് നയിക്കാൻ ശക്തമാണ് ഈ ഇടതുപക്ഷ മുന്നണി സർക്കാർ. അതിന് ഫലപ്രദമായ നേതൃത്വമാണ് സൗ പിണറായി വിജയൻ നൽകുന്നത് എന്നതാണ് ഇന്ന് നമ്മളിവിടെ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ നേതൃത്വം നമ്മുടെ എല്ലാ പ്രതിബദ്ധങ്ങളെയും എല്ലാ വെല്ലുവിളികളെയും കേന്ദ്രമുയർത്തുന്ന എല്ലാ തടസ്സവാദങ്ങളെയും അതിജീവിച്ചുകൊണ്ട് ശക്തമായ നേതൃത്വം നൽകുന്ന കേരളത്തിന്റെ പ്രിയങ്കനായ മുഖ്യമന്ത്രി സൗ പിണറായി വിജയനെ ഞാൻ അങ്ങേയറ്റം സ്നേഹപൂർവ്വം ആദരപൂർവ്വം അദ്ദേഹത്തെ ക്ഷണിക്കുകയാണ്. അദ്ദേഹത്തിന് ചെറിയൊരു ഗിഫ്റ്റ് കുണ്ട്ര മണ്ഡലത്തിന്റെ പേരിൽ നൽകുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ ഉപഹാരം നൽകി സ്വീകരിക്കുന്നതിനായി ശ്രീമതി ജെ മേഴ്സിക്കുട്ടിയമ്മയെ ക്ഷണിച്ചുകൊള്ളുന്നു. അടുത്തതായി നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രിയാണ്. അദ്ദേഹം ഇവിടെ വന്നിരുന്നു. അദ്ദേഹം നമ്മളെല്ലാം കണ്ടു. ഈ പ്രളയത്തിന്റെയും ഏത് കേരളത്തിന്റെ പ്രകൃതിക്ഷോഭത്തിന്റെയും സമയത്ത് ഓടിയെത്തി കേരളത്തിലെ ജനങ്ങൾക്ക് സുരക്ഷ നൽകുന്നതിൽ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന നമ്മുടെ റവന്യൂ വകുപ്പ് മന്ത്രി സൗ കെ രാജനെ ആദരപൂർവ്വം ഞാൻ സ്വാഗതം പറയുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടിയിരുന്നത് SL സജികുമാറാണ്. ആ സ്വീകരണം ഞങ്ങൾ പുസ്തകം നൽകിയിട്ടുണ്ട്. അദ്ദേഹം അത് വാങ്ങിക്കൊണ്ടാണ് പോയിരിക്കുന്നത്. അടുത്തതായി നമ്മുടെ ജലവിഭവ വകുപ്പ് മന്ത്രി. നമുക്കറിയാം, കേരളം ഇന്ന് ഇന്ത്യക്ക് മാതൃകയായിക്കൊണ്ട് കുടിവെള്ള പരിഹാരത്തിൽ ജലജീവൻ മിഷൻ സമയബന്ധിതമായി പൂർത്തീകരിക്കുന്നത് എങ്ങനെയെന്ന് നമ്മുടെ ഇന്ത്യക്ക് കാട്ടിക്കൊടുത്തൊരു സംസ്ഥാനമായി കേരളം മാറിക്കൊണ്ടിരിക്കുന്നു. അത്തരം പ്രവർത്തനങ്ങൾക്ക് സൗ പിണറായി വിജയൻ മന്ത്രിസഭയിൽ നേതൃത്വം നൽകുന്ന സൗ റോഷി അഗസ്റ്റിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം പറയുന്നു. അദ്ദേഹത്തിന് സ്വീകരണം നൽകേണ്ടിയിരുന്നത് ശ്രീ ജി ബാബുവാണ്. അദ്ദേഹത്തിന് ആദരവ് നൽകി കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹം അത് വാങ്ങിക്കൊണ്ടാണ് പോയത്. അടുത്തതായി ബഹുമാനപ്പെട്ട വനം വകുപ്പ് മന്ത്രി. നമുക്കറിയാം, ഒട്ടേറെ പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്നാണ് മനുഷ്യനും മൃഗങ്ങളും ജീവിക്കേണ്ടത്. പക്ഷേ മൃഗങ്ങൾ നാട്ടിലേക്ക് ഇറങ്ങുന്ന കാലത്ത് ഒട്ടേറെ വെല്ലുവിളികളാണ് നേരിടുന്നതെങ്കിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റുന്നതിന് ജനങ്ങളോടൊപ്പം സാധ്യമായതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്ന
നമ്മുടെ പ്രിയപ്പെട്ട വനം വകുപ്പ് മന്ത്രി ശ്രീ കെ ശശീന്ദ്രൻ അവരുകളെ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം എത്തിച്ചേർന്നിട്ടില്ല, ആരോഗ്യ കാരണങ്ങളാൽ എന്നറിയാം. അദ്ദേഹത്തെ സ്വീകരിക്കേണ്ടിയിരുന്നത് ശ്രീ എൻ എസ് പ്രസന്നകുമാറാണ്. അദ്ദേഹത്തിന് ഞങ്ങൾ ആ പുസ്തകം അവിടെ എത്തിച്ചു കൊടുക്കും. അടുത്തതായി വൈദ്യുതി വകുപ്പ് മന്ത്രി. നമുക്കറിയാം, ഇപ്പൊ വൈദ്യുതിയുമായി ബന്ധപ്പെട്ട ഇന്ത്യ ഗവൺമെന്റ് നയം എങ്ങനെയാണ് ജനങ്ങളെ കൊള്ളയടിക്കുന്നത് എന്നതിന് രാജ്യത്തെ ജനത ആ ദുരന്തം അനുഭവിക്കുമ്പോൾ ഇന്ത്യ രാജ്യത്തെ ജനത അനുഭവിക്കുന്ന ദുരന്തത്തിൽ നിന്നും കേരളം ഒരു ശക്തമായ കോട്ട കെട്ടി ഇന്ത്യ ഗവൺമെന്റ് സർവവും സ്വകാര്യവൽക്കരിക്കുമ്പോൾ അത് ഞങ്ങളുടെ നയമല്ല, അത് സാധ്യമല്ല എന്ന് കാട്ടിക്കൊടുക്കുന്ന തരത്തിൽ ഫലപ്രദമായി വൈദ്യുതി നയം നടപ്പിലാക്കുന്ന കേരളത്തിന്റെ ബഹുമാന്യായ വൈദ്യുതി വകുപ്പ് മന്ത്രി ബഹുമാന്യായ ശ്രീ കൃഷ്ണൻകുട്ടി അവറുകളെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ആശംസിക്കുന്നു. അദ്ദേഹത്തിന് ആദരവ് നൽകുന്നത് സുനിലാണ്. അദ്ദേഹം ബോൾഡുവിനാണ് അദ്ദേഹത്തിന് ആദരവ് നൽകും. അടുത്തതായി ഗതാഗത വകുപ്പ് മന്ത്രി ആന്റണി രാജു. നമുക്കറിയാം, ഗവൺമെന്റ് ഈ സാമ്പത്തിക പ്രതിസന്ധിക്ക് നടുവിലും വളരെ ഫലപ്രദമായി ആ മേഖലയെ സംരക്ഷിക്കുമ്പോൾ അത് വിവാദത്തിലേക്കാക്കി മാറ്റുവാൻ ആളുകൾ ശ്രമിക്കുമ്പോൾ അതിനെല്ലാം മുറിച്ചു കടന്നുകൊണ്ട് ജനങ്ങളുടെ യാത്രാ സൗകര്യം ഉറപ്പാക്കുന്ന ബഹുമാനപ്പെട്ട ശ്രീ ആന്റണി രാജു അവറുകളെ സ്നേഹപൂർവ്വം സ്വീകരിക്കുന്നു. അദ്ദേഹത്തെ സ്വാഗതം പറയുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കാനായി ശ്രീ സുനിൽകുമാറിനെ ഞാൻ ക്ഷണിക്കുകയാണ്. അടുത്തതായി ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ അഹമ്മദ് തേവർകോവിൽ. നമുക്കറിയാം, കേരളത്തിന്റെ ഭാവി വികസനത്തിന്റെ അടിത്തറയായി മാറുന്ന വിഴിഞ്ഞം തുറമുഖം എന്തെല്ലാം വിവാദങ്ങൾ ഉണ്ടാക്കി അതിനെ തടസ്സപ്പെടുത്താൻ ശ്രമിച്ചെങ്കിലും വളരെ സംയമനത്തോടുകൂടി ആ പ്രശ്നങ്ങളെ അതിജീവിച്ചുകൊണ്ട് കേരളത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിക്കുന്നതിൽ വിഴിഞ്ഞം തുറമുഖത്തിനെ ഒരു ഘട്ടത്തിലെത്തിച്ച നമ്മുടെ തുറമുഖ വകുപ്പ് മന്ത്രി ശ്രീ ബഹുമാനായ ശ്രീ അഹമ്മദ് തേവർകോവിലിനെ ഏവരുടെയും പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട തുറമുഖ വകുപ്പ് മന്ത്രിക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം പ്രിജി ശശിധരൻ ഉപഹാരം നൽകുന്നു. അടുത്തതായി നമ്മുടെ പ്രിയപ്പെട്ട ധനകാര്യമന്ത്രി സൗ കെ എൻ ബാലഗോപാൽ. നമുക്കറിയാം, എന്തോരം മാനസിക സംഘർഷമാണ് സൗ കെ എൻ ബാലഗോപാൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന്. സ്വന്തം വരുമാനം ഏറെ വർദ്ധിപ്പിച്ചിട്ടും പെൻഷൻ കൊടുക്കുന്നില്ല, അത് ഇത് എന്ന് പറഞ്ഞ് വിവാദമുണ്ടാക്കുമ്പോൾ എങ്ങനെയാണ് ഫലപ്രദമായ ധനകാര്യ മാനേജ്മെന്റ് കേന്ദ്രം കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുമ്പോൾ ഞങ്ങൾ അതിജീവിക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് കേരളത്തിന്റെ ധനകാര്യ വകുപ്പ് മാനേജ്മെന്റ് ഫലപ്രദമായി നടപ്പിലാക്കുന്ന നമ്മുടെ ജില്ലയിലെ മന്ത്രി സൗ കെ എൻ ബാലഗോപാലിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. സ്വാഗതം ചെയ്യുന്നത് പഞ്ചായത്ത് പ്രസിഡന്റ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് യശോദ ബിബി. അടുത്തതായി വ്യവസായ വകുപ്പ് മന്ത്രി. അദ്ദേഹം പോയിക്കഴിഞ്ഞു. വ്യവസായത്തിന് ഒരു പുത്തൻ മാനം നൽകിക്കൊണ്ട് വികസനത്തിലേക്ക് നയിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പി രാജീവ് പോയിക്കഴിഞ്ഞു. അദ്ദേഹത്തിന് ആദരവ് നൽകിയത് ശ്രീമതി ജയദേവ് മോഹൻ അടുത്തതാണ്. ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പ് മന്ത്രി ചിഞ്ചു റാണി. ബാലഗോപാലിനെ പോലെ നമ്മുടെ ജില്ലയുടെ സ്വന്തം മന്ത്രിയാണ് പ്രിയപ്പെട്ട ചിഞ്ചു റാണി. മൃഗസംരക്ഷണ വകുപ്പിനും പുതിയ മാനം നൽകിക്കൊണ്ട് ഫലപ്രദമായി നേതൃത്വം നൽകുന്ന ചിഞ്ചു റാണിയെ സ്വീകരിക്കുന്നത് കുണ്ട്രമണ്ഡലം CPI സെക്രട്ടറി സുരേഷ് കുമാറാണ്. അദ്ദേഹം ചിഞ്ചു റാണിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ. കേരളത്തെ എങ്ങനെ തകർക്കാമെന്നതിൽ കേന്ദ്രം ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു വകുപ്പാണ് സഹകരണ രംഗം. ജനകീയ പിന്തുണയോടുകൂടി അതിനെ ഫലപ്രദമായി അതിജീവിക്കുന്ന നമ്മുടെ സഹകരണ വകുപ്പ് മന്ത്രി VN വാസവൻ അവറുകളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. വാസവനെ സ്വീകരിക്കുന്നത് ശ്രീ S നാസറുദ്ദീനാണ്. അദ്ദേഹം അതിനായി ക്ഷണിക്കുന്നു. ഫിഷറീസ് വകുപ്പ് മന്ത്രി. കേരളത്തിലെ തീരദേശം ഏറെ പ്രശ്നങ്ങളുടെയും പ്രതിസന്ധികളുടെയും പ്രകൃതിക്ഷോഭങ്ങളുടെയും നടുവിലാണെങ്കിലും ഫലപ്രദമായ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുവാൻ പിണറായി ഗവൺമെന്റ് വളരെ ശക്തമായ നേതൃത്വമാണ് നൽകുന്നത്. ആ നേതൃത്വം നൽകുന്നതിന് ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സജി ചെറിയാനെ ഞാൻ ഏറെ സന്തോഷത്തോടു കൂടി സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നത് കാശി വെൽഫെയർ ബോർഡ് ചെയർമാൻ സൂഭകനാണ്. ബഹുമാനപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. നമുക്കറിയാം, നോക്കുന്നിടമെല്ലാം BMBC റോഡായി വെട്ടിത്തിളങ്ങി നിൽക്കുന്ന റോഡുകൾ എന്ന കേരളത്തിന് വികസനത്തിന്റെ പുതിയ മാതൃക സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി
റിയാസിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നത് ദിവ്യ ജയകുമാറാണ്, പെരിനാട് പഞ്ചായത്ത് പ്രസിഡന്റ്. ബഹുമാനപ്പെട്ട കാർഷിക വികസന ക്ഷേമ വകുപ്പ് മന്ത്രി പ്രസാദ്, ഞാനും കൃഷിയിലേക്ക് എന്ന് കേരളത്തെ ആകെ കാർഷിക സമൃദ്ധിയിലേക്ക് നയിക്കുന്നതിൽ ഫലപ്രദമായി നേതൃത്വം നൽകുന്ന പ്രസാദിനെ ഏറെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ ആദരിക്കുന്നത് വിളമ്പുള്ളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് റെജി ജേക്കബാണ്. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, കേരളത്തിന്റെ പാവപ്പെട്ടവന്റെ മികച്ച വിദ്യാഭ്യാസം എന്ന സ്വപ്നം ഇന്ത്യ രാജ്യത്ത് ഫലപ്രദമായി നടപ്പിലാക്കുന്ന സംസ്ഥാനമാണ് കേരളം. അത്തരം പ്രവർത്തനങ്ങൾക്ക് ശക്തമായ നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശിവൻകുട്ടിയെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് കുണ്ട്ര പഞ്ചായത്ത് പ്രസിഡന്റ് മിനി തോമസ് ആണ്. ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയം വകുപ്പ് മന്ത്രി, നമുക്കറിയാം അധികാര വികേന്ദ്രീകരണം എങ്ങനെ ഫലപ്രദമായി നടപ്പിലാക്കാം. ഞങ്ങൾ ഈ പരിപാടി സംഘടിപ്പിക്കുമ്പോൾ പഞ്ചായത്തുകളാണ് അതിന് നേതൃത്വം നൽകിയത്. കലാപരിപാടികൾ ഒന്നിനു പുറകെ ഒന്നായി സ്വയം ചെയ്യാൻ നാട്ടിലെ ജനതയെ സജ്ജമാക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പിന് നേതൃത്വം നൽകുന്ന നമ്മുടെ പ്രിയപ്പെട്ട രാജേഷ് സാവനെ ഞാൻ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നത് തൃക്കോൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് സിന്ധു GS ആണ്. ബഹുമാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, ഉന്നത വിദ്യാഭ്യാസം കേരളത്തിന്റെ പ്രസ്റ്റീജിയസ് ആയ നവകേരള സൃഷ്ടിയുടെ അടിത്തറയാണെങ്കിൽ അതിനെങ്ങനെ തടസ്സം സൃഷ്ടിക്കാം, എങ്ങനെ അതിന് ഇടങ്കോലിടാം എന്ന് നമ്മുടെ തലവനായിട്ടുള്ള ഈ മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കേണ്ട ഭരണഘടനാ പദവി അലങ്കരിക്കുന്ന ഗവർണർ ഒരു തെരുവിലെ സാധാരണക്കാരൻ പോലും ചെയ്യാത്ത ഏറ്റവും മോശപ്പെട്ട തരത്തിൽ പ്രകടനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ അതിനെയെല്ലാം അതിജീവിക്കാൻ സംയമനത്തോടുകൂടി നേതൃത്വം നൽകുന്ന മിടുമിടുക്കിയായ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ശ്രീ ആർ ബിന്ദുവിനെ സ്നേഹപൂർവ്വം ഞാൻ സ്വാഗതം ചെയ്യുന്നു. അതിനുവേണ്ടി തൃക്കോൽവട്ടം പഞ്ചായത്ത് പ്രസിഡന്റ് ഗിരിജയെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട വീണ, എങ്ങനെയാണ് മീഡിയ ഒരു കൊച്ചു കാര്യം കണ്ടെത്തി കൈകാര്യം ചെയ്യാനാണ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേരളം അനുവദിച്ചു കൊടുക്കില്ല എന്ന് കേരളം കാട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ തരത്തിലുള്ള എല്ലാ വെല്ലുവിളികളെയും ശക്തമായി നേരിട്ടുകൊണ്ട് മുന്നേറുന്ന നമ്മുടെ ആരോഗ്യ വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട വീണ ജോർജിനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. സ്വാഗതം ചെയ്യുന്നത് ഒരു കശുവണ്ടി തൊഴിലാളിയായ ശ്രീമതി ഉഷയാണ്. ഉഷയെ അതിനായി ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി പ്രിയപ്പെട്ട കായിക വകുപ്പ് മന്ത്രി, കായിക കേരളം ഇന്ന് രാവിലെ പ്രഭാത ഭക്ഷണ ചർച്ചയിൽ ഒരു കായിക താരം എങ്ങനെയാണ് കേരളത്തിന്റെ കായിക മേഖലയെ ഇന്ത്യക്ക് മാതൃകയായി പിടിച്ചുയർത്തുന്നത്, എന്തെല്ലാം പശ്ചാത്തല സൗകര്യമാണ് കൊടുക്കുന്നത് എന്ന് നേരിട്ട് പറയുന്നതിന് സാക്ഷിയാകേണ്ടി വന്നു. നമുക്ക് അത് അഭിമാനത്തോടു കൂടിയാണ് ഇത് കേട്ടത്. അത്തരം പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട കായിക വകുപ്പ് മന്ത്രി വി അബ്ദുൾ റഹ്മാനെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് ശ്രീ CP പ്രദീപാണ്. പ്രദീപിനെ അതിനായി ക്ഷണിക്കുന്നു. ഈ സ്വാഗതം കഴിഞ്ഞു. നമ്മൾ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ട ആദരണീയനായ നമ്മുടെ മുഖ്യമന്ത്രിയുടെ പ്രസംഗമാണ്. ബഹുമാനപ്പെട്ട കേരളത്തിന്റെ കരുത്തായ പ്രിയപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ആദരപൂർവ്വം പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളും. സഹോദരി സഹോദരന്മാരെ, നവകേരള സദസ്സുമായി ബന്ധപ്പെട്ട എല്ലാ വിശദമായ കാര്യങ്ങളും ഇവിടെ സംസാരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഞങ്ങൾ കഴിഞ്ഞ നവംബർ 18-നാണ് മഞ്ചേശ്വരത്ത് നിന്ന് നവകേരള യാത്ര ആരംഭിച്ചത്. മഞ്ചേശ്വരം മുതൽ ഇപ്പോൾ കൊല്ലം വരെ, കൊല്ലത്ത് കുണ്ടറ വരെ എത്തി നിൽക്കുകയാണ്. ഇന്നത്തെ സമാപനം കൊല്ലത്തുമാണ്. യഥാർത്ഥത്തിൽ ഈ 32 ദിവസവും കേരളത്തിൻ്റെ പൊതുവായ വികാരമാണ് കാണാൻ നമുക്ക് സാധിച്ചത്. ജനങ്ങൾ ഒറ്റക്കെട്ടാണ്. അത്
നാടിനു വേണ്ടിയാണ്. നാടിനെ തകരാൻ അനുവദിക്കരുത്. തകർക്കാൻ ശ്രമിക്കുന്നവർക്കുള്ള താക്കീതായാണ് പതിനായിരങ്ങൾ ഓരോ മണ്ഡല കേന്ദ്രത്തിലും എത്തിച്ചേരുന്നത്. അത് ഇത്തരം ശ്രമം നടത്തുന്നവർക്കെല്ലാമുള്ള മുന്നറിയിപ്പാണ്. ഞങ്ങൾ കേരളീയർ ഞങ്ങളുടെ നാട് സംരക്ഷിക്കപ്പെടണം. കൂടുതൽ പുരോഗതിയിലേക്ക്, കാലാനുസൃതമായ പുരോഗതിയിലേക്ക് ഞങ്ങൾക്ക് കുതിക്കണം. അതിന് തടസ്സങ്ങളുണ്ടാകരുത്. ആ തടസ്സങ്ങൾ അനുവദിക്കാനാവില്ല. ഇതാണ് ഈ സദസ്സിലൂടെ ജനങ്ങൾ പ്രഖ്യാപിക്കുന്നത്. ഒരേ സമയം ആവശ്യവും താക്കീതും അടങ്ങിയതാണ് ഈ സദസ്സ്. കേരളത്തിൻ്റെ പുരോഗതിക്കാവശ്യമായ സാഹചര്യങ്ങൾ സൃഷ്ടിക്കുക, തടസ്സങ്ങൾ ഉണ്ടാക്കരുത് എന്നതാണ് ഉയർത്തുന്ന ആവശ്യം. അതേസമയം തടസ്സങ്ങൾ ഉണ്ടാക്കുന്നവർക്കെതിരെയുള്ള ശക്തമായ താക്കീതായും ഈ നവകേരള സദസ്സ് മാറുകയാണ്. അതാണ് എല്ലാ പ്രദേശത്തും. ഒരുപാട് കൂട്ടായ്മകൾ നേരത്തെ നടന്നിട്ടുണ്ട്. ആ കൂട്ടായ്മകളെല്ലാം അതിജീവിക്കുമാറുള്ള കൂട്ടായ്മയായി നവകേരള സദസ്സിലേക്ക് ഒഴുകിയെത്തുന്ന പതിനായിരങ്ങൾ മാറുന്നത്. ഇത് നവകേരള സദസ്സിൻ്റെ മാത്രമായ ഒരു പ്രത്യേകതയാണ്. നമ്മുടെ ഭാവി സുരക്ഷിതമാണ് എന്ന സന്ദേശവും ഇതിലൂടെ ഉയരുകയാണ്. കാരണം ഒരുമയോടെ, ഐക്യത്തോടെ നീങ്ങുന്ന ജനതയുള്ള ഒരു നാടിനെ ആർക്കും തകർക്കാനാവില്ല. അത്തരമൊരു നാട് ഏത് പ്രതിസന്ധിയെയും അതിജീവിക്കും. അതാണ് ഈ നവകേരള സദസ്സിൻ്റെ പ്രത്യേകത. നവകേരള സദസ്സ് കേരളം ഒന്നാകെ നടത്തേണ്ട ഒന്നായാണ് ഞങ്ങൾ കണ്ടിരുന്നത്. അതിൻ്റെ ഭാഗമായി എല്ലാവരും യോജിച്ച് കേരളത്തിൻ്റെ ആവശ്യമുയർത്തുക, ഇതാണ് ഞങ്ങൾ സ്വീകരിച്ച നില. പക്ഷേ കേരളത്തിലെ കോൺഗ്രസിന്, പ്രതിപക്ഷ നേതാവിന് ഇതിനോടൊപ്പം യോജിക്കാനാവുന്നില്ല. അവര് ഈ പരിപാടി പ്രഖ്യാപിച്ച ഉടനെ ഇത് ഞങ്ങൾ ബഹിഷ്കരിക്കുകയാണ് എന്ന മറുപ്രഖ്യാപനം നടത്തി. എന്താണ് ബഹിഷ്കരിക്കാനിടയാക്കിയത്? ഞങ്ങളുടെ ഭാഗത്ത്, സർക്കാരിൻ്റെ ഭാഗത്ത് എന്തെങ്കിലും പെശകുണ്ടായോ? ആ പെശകിൻ്റെ ഭാഗമായാണോ ഇവർക്ക് ബഹിഷ്കരിക്കേണ്ടി വന്നത്? ഇതിൻ്റെ സംഘാടനം ഞങ്ങൾ ഉദ്ദേശിച്ചത് എല്ലാ മണ്ഡലങ്ങളിലും അവിടെയുള്ള MLAയുടെ നേതൃത്വത്തിൽ സംഘാടക സമിതി വരിക, അവിടെ നവകേരള സദസ്സിൽ MLA അധ്യക്ഷത വഹിക്കുക,
ഇതാണ് ഞങ്ങൾ തീരുമാനിച്ചത്. അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ 41 മണ്ഡലങ്ങളിൽ നമ്മുടെ സംസ്ഥാനത്തെ UDF MLA-മാരാണ് ഈ ചുമതലയെല്ലാം വഹിക്കേണ്ടത്. എന്തിനാണ് അവർ ചുമതല വഹിക്കാതിരുന്നത്? ബഹിഷ്കരിക്കാനുള്ള ഒരു കാരണവും ഇതേവരെ അവർക്ക് പറയാനായിട്ടില്ല. ബഹിഷ്കരണാഹ്വാനം അവരുടെ തന്നെ നേതാക്കൾക്കടക്കം സ്വീകരിക്കാനും കഴിയുന്നില്ല. പാലക്കാട് ഞങ്ങളെത്തിയപ്പോൾ പാലക്കാട് MLA കോൺഗ്രസ് നേതാവാണ്. അവിടെ ഞങ്ങളുടെ പ്രഭാത സദസ്സിൽ പങ്കെടുത്തത് AV ഗോപിനാഥ് എന്ന കേരളത്തിലെ സംസ്ഥാന തലത്തിൽ അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹം ആ യോഗത്തിൽ പരസ്യമായി തന്നെ ചോദിച്ചു, എന്താണ് ഇവിടുത്തെ MLA ഇവിടെ ഇല്ലാത്തത്? മന്ത്രിസഭയാകെ ഇവിടെ എത്തിയിരിക്കുന്നു. അപ്പോൾ MLA ഇവിടെ വേണ്ടേ? പാലക്കാടിൻ്റെ പ്രശ്നങ്ങൾ മന്ത്രിസഭയുടെ മുന്നിൽ അവതരിപ്പിക്കാനുള്ള സമയം എന്തിനാണ് ഒഴിവാക്കിയത്? എന്നിട്ട് അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു തരത്തിലും മനസ്സിലാകുന്നില്ല ഇതെന്തിനാണ് ബഹിഷ്കരിച്ചത് എന്ന്. ബഹിഷ്കരിച്ചവർക്ക് അതിൻ്റെ ന്യായം ഇതേവരെ പറയാൻ കഴിഞ്ഞിട്ടുമില്ല. ഇത് ഒരു ഗോപിനാഥിൻ്റെ ശബ്ദമല്ല, പല ഗോപിനാഥന്മാരാണ് കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ കാണാൻ കഴിഞ്ഞത്. അവരെല്ലാം ഇതേ ചോദ്യം ചോദിക്കുന്നവരാണ്. ഞങ്ങൾ പത്തനംതിട്ട എത്തിയപ്പോൾ അവിടുത്തെ പഴയ 2 പ്രമുഖ കോൺഗ്രസ് നേതാക്കൾ DCC ഭാരവാഹിത്വം അടക്കം പ്രസിഡന്റ് സ്ഥാനമടക്കം വഹിച്ചവർ അവിടെ പ്രഭാത സദസ്സിന് ഞങ്ങൾ ചെന്നിറങ്ങുമ്പോൾ കാണുക. അപ്പോൾ സാധാരണ ലോഹ്യമൊക്കെ പറഞ്ഞ് ഞാൻ ചോദിച്ചു, എല്ലാം തീരുമാനിച്ചു തന്നെയാണോ വന്നത്? തീരുമാനിച്ചു തന്നെയാണ്, എന്താണെന്ന് വെച്ചാൽ കാണാം എന്നാണ് അവരുടെ നിലപാട്. അതായത് നടപടികൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ നടപടി വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെയാണോ വന്നത് എന്നതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ നടപടി വരുന്നെങ്കിൽ അവിടെ കാണാം എന്ന നിലയിലാണ് അവരുടെ പ്രതികരണം. അവർ നവകേരള സദസ്സിൽ പരസ്യമായി കാര്യങ്ങൾ പറയുകയും ചെയ്തു. പത്തനംതിട്ടയിലെ ചില പ്രശ്നങ്ങൾ അവർ ഉന്നയിച്ചു. എന്നിട്ട് പറഞ്ഞു, ഇത്തരം പ്രശ്നങ്ങൾ മന്ത്രിസഭയാകെ ഇവിടെ വരുമ്പോൾ പറയേണ്ടത് ഞങ്ങളുടെ ബാധ്യതയാണ്. അതിന് തന്നെയാണ് ഞങ്ങൾ വന്നത്. ഇത് ബഹിഷ്കരിക്കണമെന്ന് പറയുന്നതൊന്നും ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. മന്ത്രിസഭയാകെ ഇവിടെ വരുമ്പോൾ നാടിൻ്റെ പ്രശ്നം പറയാനുള്ളത് സഹകരിച്ച് പറയുകയാണ് വേണ്ടത്. ഇതാണ് കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളിലും കാണുന്ന കാഴ്ച. എന്നാൽ കൂടുതൽ കൂടുതൽ വാശിയോടെയാണ് കാര്യങ്ങൾ നീക്കിപ്പോകുന്നത് എന്നത് നാം കാണണം. നമ്മുടെ നാടിൻ്റെ അവസ്ഥയെടുത്താൽ കേരളത്തിൽ ഫലപ്രദമായ ധനകാര്യ മാനേജ്മെൻറ്റാണ് നടക്കുന്നത്. നമ്മുടെ നാടിൻ്റെ സാമ്പത്തിക നില വെച്ചാൽ ഒരു സാമ്പത്തിക പ്രയാസവും കേരളത്തിൽ ഉണ്ടാകേണ്ടതില്ല. അത്രക്ക് ഭംഗിയായി
കാര്യങ്ങൾ നിർവഹിക്കാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വന്ന വികസന കാര്യങ്ങൾ എല്ലാവരുടെയും അനുഭവത്തിലുള്ളതാണ്. അംഗീകരിക്കപ്പെട്ട ചില കണക്കുകൾ മാത്രമാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ഒന്ന്, 2016 ശേഷം നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ആഭ്യന്തര വളർച്ചാ നിരക്ക് വലിയ തോതിൽ വർദ്ധിച്ചിരിക്കുകയാണ്. അത് നല്ല സന്ദേശമാണ് ഈ രംഗത്ത് നൽകുന്നത്. ഇവിടെ 8% വർധനവ് ഈ 7 വർഷം കൊണ്ട് നേടാൻ നമ്മുടെ സംസ്ഥാനത്തിന് കഴിഞ്ഞിരിക്കുക. ആഭ്യന്തര വളർച്ചാ നിരക്ക് മാത്രമല്ല, നമ്മുടെ തനത് വരുമാനം അത് ഭീമമായ തോതിലാണ് വർദ്ധിച്ചിട്ടുള്ളത്. ഈ വർഷങ്ങളുടെ നിലയെടുത്താൽ 41% വർധനവ് തനത് വരുമാനത്തിൽ ഉണ്ടാക്കാൻ നമുക്ക് കഴിഞ്ഞു എന്നതാണ് കാണാൻ സാധിക്കുക. ഇതോടൊപ്പം തന്നെ നമ്മുടെ കേരളത്തിൻ്റെ ആഭ്യന്തര ഉൽപാദനം അത് നേരത്തെ 5 ലക്ഷത്തിൽ പരം കോടി രൂപയായിരുന്നു. ഇപ്പോഴത് 10 ലക്ഷത്തിൽ പരം കോടി രൂപയാണ്. അപ്പോൾ ഏത് കണക്കെടുത്താലും നമ്മൾ നല്ല സാമ്പത്തിക നിലയിലാണ് നിൽക്കുന്നത്. ഇനി കേരളത്തിൻ്റെ പ്രതിശീർഷ വരുമാനം, ആ പ്രതിശീർഷ വരുമാനം എടുത്താൽ 2016 നമുക്ക് 1,48,000 രൂപയായിരുന്നു പ്രതിശീർഷ വരുമാനം. ഇപ്പോഴത് 2,28,000 രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ്. 1,48,000 നിന്ന് 2,28,000 വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞു. അപ്പോൾ സാധാരണ മാനദണ്ഡങ്ങൾ വെച്ചാൽ കേരളം ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രതിസന്ധി നേരിടേണ്ടതില്ല. പിന്നെ എന്തേ നമുക്ക് സാമ്പത്തിക വിഷമം വരുന്നത്? ഒരു സംസ്ഥാനത്തിൻ്റെ വരുമാനം അത് സംസ്ഥാനം ഉണ്ടാക്കുന്ന വരുമാനം മാത്രമല്ല, അതിൻ്റെ കൂടെ മറ്റ് ചിലത് കൂടി ചേരാനുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ട ഭാഗം കേന്ദ്ര ഗവൺമെൻറ്റിൽ നിന്നുള്ള ചില വിഹിതങ്ങളാണ്. അതിലൊന്ന് നികുതി വിഹിതമാണ്. നികുതി വിഹിതം സംസ്ഥാനങ്ങൾക്ക് സാധാരണ നിലക്ക് മാനദണ്ഡമനുസരിച്ച് നൽകേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു സുതാര്യതയും പാലിക്കാൻ കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമല്ല. തോന്നിയ പോലെയാണ് ചെയ്യുന്നത്. കേരളത്തിനൊക്കെ വലിയ തോതിൽ കുറക്കും, തങ്ങൾക്ക് വേണ്ടപ്പെട്ട സംസ്ഥാനങ്ങൾക്ക് വർദ്ധിപ്പിച്ചു കൊടുക്കും. ഇതാണ് നികുതി വിഹിതത്തിൻ്റെ കാര്യത്തിൽ കേന്ദ്രം സ്വീകരിക്കുന്നത്. അതേപോലെ തന്നെ റവന്യൂ കമ്മി ഗ്രാൻഡ്, അതിലും ഇഷ്ടാനിഷ്ടം നൽകുകയാണ്. നമ്മുടെ ധനകാര്യ കമ്മീഷനുകളെ തന്നെ ആ നിലക്ക് പരുവപ്പെടുത്താനുള്ള ഇടപെടലുകൾ വരികയാണ്. എന്താ ഫലം? നേരത്തെ നമുക്ക് കിട്ടിയ തുക ലഭിക്കുന്നില്ല, അതിൽ ഭീമമായ കുറവ് വന്നിരിക്കുന്നു. ഇത് സംസ്ഥാനത്തിൻ്റെ മൊത്തം വരുമാനത്തിലാണ് കുറവുണ്ടാക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളും കേന്ദ്ര ഗവൺമെൻറ്റും കൂടി ചെലവിടുന്ന സംയുക്ത പദ്ധതികളുണ്ട്. അതിന് സംസ്ഥാന ഗവൺമെൻറ് പണം ചെലവിടും, പിന്നീട് കേന്ദ്രത്തിൽ നിന്ന് ആ വിഹിതം വാങ്ങുകയാണ്, അവരുടെ വിഹിതം വാങ്ങുകയാണ്. പക്ഷേ ആ വിഹിതം തരില്ല. എത്രയാ? ചെറിയ സംഖ്യയല്ല. 5000-ൽ പരം കോടി രൂപ കേരളത്തിന് കുടിശ്ശികയായി കിടക്കുകയാണ്. പ്രധാനപ്പെട്ട ഇനങ്ങളിൽ ഒരു പൈസ വന്നിട്ടില്ല. ഇതാണ് അവസ്ഥ. അപ്പോൾ കേരളത്തെ ശ്വാസം മുട്ടിക്കുക,
സാമ്പത്തികമായി അങ്ങേയറ്റം ഞെരുക്കുക. എങ്ങനെയാണ് മുന്നോട്ട് പോവുക എന്നത് കാണട്ടെ എന്ന മനോഭാവമാണ് ഇവിടെ പ്രകടമാവുന്നത്. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ മറ്റൊരു വരുമാന മാർഗമാണ് വായ്പയെടുക്കൽ. വായ്പ സംസ്ഥാനത്തിൻ്റെ അധികാര പരിധിയിൽപ്പെട്ട കാര്യമാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക കാര്യങ്ങളിൽ തീരുമാനമെടുക്കാനുള്ള അധികാരം സംസ്ഥാനങ്ങൾക്കാണ്. അത് ഭരണഘടന ഉറപ്പ് നൽകുകയാണ്. പക്ഷേ ഭരണഘടന നൽകുന്ന ആ ഉറപ്പ് പാലിക്കാനല്ല കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായിട്ടുള്ളത്. നമ്മൾ ഭരണഘടന അനുസരിച്ച് കേരള നിയമസഭ ഒരു നിയമം തന്നെ പാസ്സാക്കി വായ്പ എടുക്കുന്ന കാര്യത്തിൽ. കേന്ദ്ര ഗവൺമെൻറ് ഭരണഘടനാ വിരുദ്ധമായി നിയമവിരുദ്ധമായി ഇടപെടുകയാണ്. എന്നിട്ട് ആ അധികാരം കേന്ദ്ര ഗവൺമെൻറ് കൈക്കലാക്കി. മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ കടമെടുപ്പ് പരിധി ഏകപക്ഷീയമായി വെട്ടിക്കുറച്ചു. അപ്പോൾ സംസ്ഥാനത്തിന് അധികം വായ്പ എടുക്കാൻ കഴിയില്ല. ഇത് തീർത്തും നിയമവിരുദ്ധം മാത്രമല്ല, നമ്മുടെ നിയമസഭയോടുള്ള വെല്ലുവിളി കൂടിയാണ്. നിയമസഭയുടെ അധികാരത്തിൽ കൈകടത്തൽ കൂടിയാണ്. ഇതോടൊപ്പം തന്നെ വേറൊരു ഭാഗവുമുണ്ട്. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പാക്കുന്ന കിഫ്ബി പോലുള്ള പദ്ധതികൾ. ആ കിഫ്ബിയിലൂടെയാണല്ലോ ബജറ്റിന് പുറത്തുള്ള വലിയ ചെലവുകൾ നമ്മൾ നിർവഹിച്ചു പോകുന്നത്. എത്ര വലിയ പദ്ധതികളാണ് നമ്മൾ ഏറ്റെടുത്തത്. ഈ 7.5 വർഷക്കാലത്തെ അനുഭവമെടുത്താൽ 83,000 കോടി രൂപയുടെ പദ്ധതികളാണ് സംസ്ഥാനത്ത് കിഫ്ബി മുഖേന ഏറ്റെടുത്തിരിക്കുന്നത്. അത് കേരളത്തിൻ്റെ മുഖച്ഛായ മാറ്റുന്നതാണല്ലോ. പദ്ധതികളുടെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ ഞാൻ പോകുന്നില്ല. പക്ഷേ ഏതെല്ലാം തരത്തിലുള്ള പദ്ധതികൾ. അപ്പം ഇത് അങ്ങനെ മുന്നോട്ട് പോകേണ്ട എന്ന സമീപനം, അതിൻ്റെ ഭാഗമായി അതിന് തടയിടുകയാണ്. എന്നിട്ട് പറയാണ്, നിങ്ങൾ കിഫ്ബി മുഖേന എടുക്കുന്ന വായ്പ സംസ്ഥാന സർക്കാരിൻ്റെ വായ്പയായി പരിഗണിക്കും. എന്നാൽ ഇത് കേന്ദ്രത്തിന് ബാധകമാണോ? കേന്ദ്ര ഗവൺമെൻറ് കീഴിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ട്, NDPC ഉണ്ട്. അവരെല്ലാം ഇഷ്ടം പോലെ കടമെടുക്കുന്നുണ്ട്. അവർക്കിത് ബാധകമല്ല. ആ കടം ഇന്ത്യ ഗവൺമെൻറ് കടമല്ല. അപ്പം അത് ഞങ്ങൾക്ക് ബാധകം, നിങ്ങൾക്കിതല്ല ബാധകം, നിങ്ങൾക്ക് ഞങ്ങൾ പറയുന്നതാണ് ബാധകം എന്ന ന്യായമാണ് ഇന്ത്യ ഗവൺമെൻറ് പറയുന്നത്. അപ്പോൾ എന്താണ് ഉദ്ദേശം? നമ്മുടെ മുന്നോട്ട് പോക്കിനെ തടയുക. ഇതിൻ്റെ ഫലമായി സംഭവിച്ചത് എന്താണ്? നമ്മുടെ കേരളത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ട തുക, ആ തുക വെച്ചാണല്ലോ വിവിധ ആവശ്യങ്ങൾക്ക് ചെലവഴിക്കുക. ആ തുകയിൽ ഭീമമായ കുറവ് വന്നിരിക്കുന്നു. എത്രയാ കുറവ്? 10-100 കോടിയല്ല. ആയിരോ 10,000 കോടിയല്ല, 1,07,500 കോടിയിൽ പരം രൂപ. ഈ 2016 മുതൽ ഇതുവരെ കേരളത്തിൻ്റെ കയ്യിൽ കിട്ടേണ്ട തുകയിൽ വന്ന കുറവ്. എങ്ങനെയാണ് ഒരു സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയുക? ഇതല്ലേ പ്രശ്നം. അപ്പോൾ സംസ്ഥാനത്തെ മുന്നോട്ട് പോകാൻ അനുവദിക്കാതിരിക്കുക, അതൊരു ഭാഗം. ഇത് രാജ്യത്തിൻ്റെ ഫെഡറൽ തത്വങ്ങളുടെ ലംഘനമാണ്. അതുകൊണ്ടാണ് സംസ്ഥാനം ഇന്ത്യയുടെ പരമോന്നത കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. സുപ്രീം കോടതിയുടെ പരിശോധനയിൽ നിൽക്കുകയാണ്. ഇത്രത്തോളം കാര്യങ്ങൾ എത്തിയപ്പോൾ ഞങ്ങൾ വീണ്ടും കേരളത്തിലെ പ്രതിപക്ഷത്തോട് അഭ്യർത്ഥിച്ചു, ഇതാണ് അവസ്ഥ. ഈ ഘട്ടത്തിൽ നമുക്ക് ഒന്നിച്ചു നിൽക്കണം. നിങ്ങൾ നവകേരള സദസ്സ് ബഹിഷ്കരിച്ച് നിൽക്കുന്നു. പക്ഷേ ഇത് നാടിൻ്റെ ഭാവിയുടെ പ്രശ്നമാണ്. നാം ഭിന്നിച്ചു നിൽക്കേണ്ട ഘട്ടമല്ല.
നമുക്കുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പിന്നെയും നമുക്ക് ചർച്ച ചെയ്യാം. ഇപ്പോൾ ഈ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കലാണ് പ്രധാനം. നിങ്ങൾ അതിന് സന്നദ്ധമാകണം. എന്നിട്ട് മറ്റൊന്നു കൂടി പറഞ്ഞു, എന്തെങ്കിലും പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനുണ്ടെങ്കിൽ ആ ചർച്ചയ്ക്ക് ഞങ്ങൾ സന്നദ്ധമാണ്. വേണ്ടത് കേരളം ഒന്നിച്ചു നിൽക്കലാണ്. എന്താ പ്രതികരണം? ഉടനെ വന്നല്ലോ പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണം, നിങ്ങളുമായി ഒരു യോജിപ്പിനുമില്ല. ഇതാണല്ലോ പ്രതികരണം. എന്താണ്? എന്തൊരു മനസ്സാണത്? കേന്ദ്ര ഗവൺമെന്റിന് നേതൃത്വം കൊടുക്കുന്ന BJPയുടെ മനസ്സ് നമുക്ക് മനസ്സിലാവും. BJPക്ക് കേരളം സ്വീകാര്യത നൽകുന്നില്ല. അതുകൊണ്ട് തന്നെ അവർക്കൊരു കേരള വിരുദ്ധ മനസ്സ് രൂപപ്പെട്ടിട്ടുണ്ട്. ആ കേരള വിരുദ്ധ മനസ്സിനോടൊപ്പമല്ലേ കോൺഗ്രസ് നേതൃത്വത്തിന്റെ മനസ്സിന് ചേരുന്നത്? കോൺഗ്രസ് നേതൃത്വത്തിന് എങ്ങനെ ഒരു കേരള വിരുദ്ധ മനസ്സുണ്ടാകുന്നു? ഫലത്തിൽ അതാണല്ലോ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ ഇത്തരം കാര്യങ്ങളിൽ ഒന്നിച്ചു നിൽക്കാൻ കഴിയാത്തത്. ഇതിൽ മാത്രമാണോ? കേരളത്തെ തുടർച്ചയായി കേന്ദ്രം അവഗണിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ അവഗണനയ്ക്കെതിരെ എന്തെങ്കിലും ശബ്ദിച്ചോ? നമ്മുടെ 20 ലോക്സഭാംഗങ്ങളിലെ 18 പേര് UDFകാരാണല്ലോ. 18-ൽ ആരെങ്കിലും ഒരാൾ ഏതെങ്കിലും ഘട്ടത്തിൽ കേരളത്തിന്റെ പ്രശ്നങ്ങൾ ഉയർത്തിയോ? ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് കാണിക്കുന്ന അവഗണന, വിവേചനം, അതിനെതിരെ ശബ്ദിച്ചോ? എന്തുകൊണ്ടാണ് ശബ്ദിക്കാൻ കഴിയാത്തത്? BJPയുടെ മനസ്സിൽ നീരസമുണ്ടാകരുത് എന്ന നിർബന്ധം കോൺഗ്രസ് നേതൃത്വത്തിന്. 18 പേര്. അതുകൊണ്ട് സംഭവിച്ചത് കേരളത്തിന്റെ ശബ്ദം ലോക്സഭയിൽ മുഴങ്ങിയില്ല. എല്ലാ ഘട്ടത്തിലും കേരളത്തിന്റെ ശബ്ദം മുഴങ്ങുമായിരുന്നു. കേരളത്തിന്റെ പ്രശ്നങ്ങളിൽ മാത്രമല്ല, കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയുടെ പ്രശ്നത്തിൽ മാത്രമല്ല, മതനിരപേക്ഷത വെല്ലുവിളിക്കപ്പെടുന്ന നിരവധി ഘട്ടങ്ങൾ, ആ സന്ദർഭത്തിലെല്ലാം കേരളത്തിന്റെ ശബ്ദം പ്രധാനമായി ലോക്സഭയിൽ മുഴങ്ങുമായിരുന്നു. ഇപ്പോ ആ ശബ്ദം മുഴങ്ങുന്നില്ല. കാരണം 20-ൽ 18 UDF. ഇതാണ് സംഭവിക്കുന്നത്. അവർക്കൊരു കേരള വിരുദ്ധ മനസ്സ് രൂപപ്പെട്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ നാട്, നമ്മുടെ ജനങ്ങൾ തുടർച്ചയായി UDFും കോൺഗ്രസും സ്വീകരിക്കുന്ന ഈ നിലപാട് കൃത്യമായി ഉൾക്കൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ എനിക്കെൻ്റെ നാട് വലുതാണ്, ഈ നാട് തകർന്നുകൂടാ, നാടിനെ തകർക്കുന്നതിനെതിരെ അണിനിരക്കണം. ആ ബോധത്തോടെയാണ് 10,000 ഈ സദസ്സിൽ പങ്കുകൊള്ളുന്നത്. ഇതെല്ലായിടവുമുള്ള കാഴ്ചയാണ്. ആ 10,000 സർക്കാരിന് കൂടുതൽ കരുത്തു പകരുകയാണ്. അവര് കൃത്യമായൊരു സന്ദേശം നൽകുന്നു. നിങ്ങൾ ധൈര്യമായി മുന്നോട്ട് പോയിക്കോ, ഞങ്ങളുണ്ട് കൂടെ, അത് മതി, അതിന് നന്ദി നന്ദി എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ. നവകേരള സദസ്സിനോടനുബന്ധിച്ച് ഇന്നലെ വേദിയിൽ നടന്ന